Yes, welcome to the Reds podcast. In the other side, നമ്മളൊരു പുതിയ ഷോ ആണ്. നമ്മൾ ഈ ലാസ്റ്റ് എപ്പിസോഡ് വി ഹാഡ് നബീൽ ഫ്രം യുണൈറ്റഡ് ആൻഡ് ബിഫോർ ദാറ്റ് ശിവ ഫ്രം സ്പേഴ്സ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജോൺ ന്യൂകാസിൽ ഫാൻ ആണ്. വി ആർ ഡൂയിങ് എ ന്യൂകാസിൽ സെൻട്രിക് ഷോ. ഇപ്പൊ ജോൺ നമ്മൾ റെക്കോർഡ് ചെയ്ത് മുമ്പ് പറയുണ്ടായി ലിവർപൂളും ന്യൂകാസിലും നമ്മുടെ ബന്ധം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുറച്ച് പ്രശ്നമാണ്. എന്നാലും there is a common connection. ആക്ച്വലി കഴിഞ്ഞ 2-3 വർഷമൊന്നും അല്ല. ആക്ച്വലി എന്റെ 25 years ഓഫ് ഫോളോയിങ് ദ ക്ലബ് ഞാൻ ഒരിക്കലും ന്യൂകാസിൽ ആൻഡ് ലിവർപൂളിന്റെ ഇടയിൽ ഒരു രമ്യത ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. There's always some undertone of revenge and avenging എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു 10 കളി ഞങ്ങൾ തോറ്റിട്ട് ഒരു കളി ഞങ്ങൾ ജയിക്കുമ്പോഴത്തെ ഞങ്ങൾ ഒരു ഫീലാണ്. ആൻഡ് ഓവർ ദ ലാസ്റ്റ് 4 years ജയിക്കേണ്ട കളി തോറ്റുള്ള ഒരു പരിചയമാണ് ഞങ്ങൾക്കുള്ളത്. ആകെപ്പാടെ ലീഗ് കപ്പ് ഫൈനൽ മാത്രമേ ഞങ്ങൾ ജയിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം തോറ്റേക്കാണ്. അല്ല, എനിക്ക് തോന്നുന്നു സംതിങ് പോസിറ്റീവ് ആണ്. ലൈക്ക് വെനെവർ ഇപ്പം സോ കോൾഡ് ബിഗ് ഫോർ എന്ന് പറയുമ്പോൾ ലൈക്ക് ലിവർപൂൾ, യുണൈറ്റഡ്, ആർസണൽ ആൻഡ് ചെൽസി, ന്യൂകാസിൽ ഇസ് എ ബിഗ് ക്ലബ്. ലൈക്ക് ഇറ്റ് ഈസ് എ ബിഗ് ക്ലബ് അല്ലെ. നമുക്ക് ആ പാഷനറ്റ് ഫാൻസ് ആണെങ്കിലും ലൈക്ക് ഇഫ് യു കീപ് ദ റിസൾട്ട്സ് ആൻഡ് ബാഡ് മാനേജ്മെന്റ് ഓവർ ദ ലാസ്റ്റ്, ശരിക്കും ന്യൂകാസിൽ ഒരു ക്ലബിന് ഡിസേർവിംഗ് ആയ ഒരു ഓണർഷിപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ പുതിയ ഓണർഷിപ്പ് ആണെങ്കിലും അവർ ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നമുക്ക് തുടങ്ങാം. എന്താണ് ജോൺ, ഈ ഒരു ഓണർഷിപ്പിന്റെ വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു ഓണർഷിപ്പ് ആയിരുന്നു. എവിടെയോ ഐ ഫീൽ ലൈക്ക് അവരെന്തോ ലോസ്റ്റ് ആയ പോലെ ഫീൽ ഇപ്പൊ. പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല. അതൊരു ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് മെനി ഡിഫറെന്റ് തിങ്സ്. ഇപ്പൊ സത്യത്തില് ലെറ്റ് മി ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ്. ഇതിന്റെ ഈ സ്റ്റോറിക്ക് 2 സൈഡ് ഉണ്ട്. ഇപ്പം ദർ ഇസ് സംതിങ് that is called the pre-Mike Ashley era and one that is the post-Mike Ashley era and the Mike Ashley era. ഞാനൊക്കെ ഒരു pre-Mike Ashley era ഫാനായ ഒരാളാണ്. ഇറ്റ് വാസ് ദി ടൈം ഓഫ് ഒരു സർ ജോൺ ഹോൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓണേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു who was actually willing to compete with the bigger clubs of England. There was a time in the early 2000s when we used to outperform many of the said clubs. ഇപ്പൊ ആകപ്പാടെ we were in a good position to compete with Arsenal and Manchester United of those days. അന്നൊക്കെ ലിവർപൂളൊക്കെ ഒരു ഡിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ആ ഒരു എറ ക്യാപിറ്റലൈസ് ചെയ്ത് ഞങ്ങളൊക്കെ ഒന്ന് പ്രൊസീഡ് ചെയ്ത് വന്നതാണ്. The reason why some legendary manager like Bobby Robson got sacked was because he could not qualify for Champions League. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബോബി റോബ്സനെ പോലത്തെ ഓൾ കോൺകറിങ് ഫാൻ ഓഫ് എ മാനേജർ. അങ്ങനെ വെറും ഒരു മാനേജർ ആയിരുന്നില്ല. ഹി വാസ് എ ഗൈ വാസ് ബോട്ട് അപ്പ് ഇൻ ഡറം, ബിഗ് ഫാൻ ഓഫ് ദ ക്ലബ്, ചൈൽഡ്ഹുഡ് ഫാനാണ്. അങ്ങനെ സാക്ക് ചെയ്തത് ബിക്കോസ് ഹി കുഡ് നോട്ട് ക്വാളിഫൈ ഫോർ ദ ചാമ്പ്യൻസ് ലീഗ്. അതും കൂടെ ഒന്ന് ആലോചിക്കണം. ആ സാക്ക് ചെയ്ത സീസണില് he reached the semi-finals of the UEFA Cup. അന്നത്തെ യൂറോപ്പ ലീഗ് ടൂർണമെന്റിന്റെ സെമിഫൈനലിലെത്തി. ഈ ഡ്രോഗ്ബ പഞ്ഞിക്കിട്ടിട്ട് ഔട്ടായതാണ്. ദാറ്റ് ഈസ് ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് യുഎഫ കപ്പിന്റെ സെമിഫൈനൽ വാസ് ദി ഓഡീഷൻ ഫോർ ഡ്രോഗ്ബ ഫോർ പ്രീമിയർ ലീഗ്. ആ ഒരു കളി കണ്ടിട്ടാണ് മൊറീഞ്ഞോ ആക്ച്വലി ഡ്രോഗ്ബനെ ചെൽസിയിലോട്ട് കൊണ്ടുവന്നത്. അന്ന് പഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വ്യൂവർ ലൈക്ക് എങ്ങനെ ഇവന്മാര് ഞങ്ങളെ തോപ്പിച്ചു. അവൻ ഒറ്റ ഒരു തന്നെ ഡ്രോഗ്ബ സിംഗിൾ ഹാൻഡഡ്ലി ബീറ്റസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ അതുപോലെ ആക്കി കളഞ്ഞു. അത്രയ്ക്കും ആ ഒരു ലെവൽ ഒരൊറ്റ പ്ലെയർ കാരണമാണ് സത്യം പറയാൻ ആ ഒരു വീൽ ഓഫ് മോഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത്രയ്ക്കും ആംബിഷ്യസ് ആയിട്ടിരുന്ന ക്ലബായിരുന്നു. പിന്നെ മനസ്സിലാവുമല്ലോ ആ ഒരു റീച്ച്. അപ്പം ദി amount ഓഫ് മണി യു പുട്ട് ഇൻ ടു ദ പോട്ട്. ന്യൂകാസലിന്റെ അന്നത്തെ ഓണേഴ്സിന് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഫൈനലി ദേ ഡിസൈഡഡ് ടു സെൽ. വേറൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലബിനെ അന്ന് വിൽക്കുമ്പോഴത്തേന് ക്ലബ് വാസ് സ്റ്റിൽ അറ്റ് 7th പ്ലേസ്. പ്രീമിയർ ലീഗിൽ 7th ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലബായിരുന്നു. അതിനെ മൈക്ക് ആഷ്ലി വാങ്ങിച്ചു. അബ്സല്യൂട്ട്ലി ടോർ ഇറ്റ് അപ്പാർട്ട്, നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ കൂടെ ആ നശിപ്പിച്ചതിന്റെ കൂടെ
what was lost was a generation of fans who knew what success meant, what pride meant. അത് ഫാൻസ് എന്ന് വെച്ചാൽ അടുത്ത തലമുറ ഫാൻസിനെ വല്ലാണ്ട് എഫക്ട് ചെയ്തു. കാരണം ഞാനൊക്കെ അവിടുത്തെ ലോക്കൽസ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഇന്ററാക്ട് ചെയ്തെന്ന് വെച്ചാൽ ഓവർ ഈ ഇന്റർനെറ്റ് കോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അവർക്കും ഒക്കെ ഒരു സക്സസ് മീൻസ് ദി ബാർ ഫോർ സക്സസ് ഇസ് സോ ലോ ഫോർ ദോസ് പീപ്പിൾ. അത്രയ്ക്ക് ലോ ആയിരുന്നു. ഞാനൊക്കെ പറയാറുണ്ട്, ഞാനൊക്കെ ഈ ക്ലബിന്റെ ഫാൻ ആയപ്പോഴത്തേക്കിന് you are the set of fans who asked for Bobby Robson to be sacked because he did not get Champions League football. അവിടെ നിന്ന് ഇവിടെ വരെ even today there is a huge chunk of fans who do not want. ഞാനൊക്കെ ഒരു എഡി ഔട്ട് ഗൈ ആണ്. എഡി ഹൗവിനെ സാക്ക് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഐ ബീൻ വാണ്ടിങ് ഹിം ടു ഗോ ഫോർ ദ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് എന്റെ ഒക്കെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനിൽ he should have gone the season he won the League Cup. കാരണം അയാൾ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. കാരണം അയാളെ കൊണ്ടൊരു ചാമ്പ്യൻസ് ലീഗ് സീസൺ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അയാൾ ഓൾറെഡി തെളിയിച്ച ഒരാളാണ്. ആൻഡ് അയാള് he was given a golden handshake at the end of the 25 season. അയാളൊരു ഇപ്പൊ കീഗന് കിട്ടുന്ന റിസപ്ഷൻ പുള്ളിക്ക് കിട്ടിയാണ്. ഓൾമോസ്റ്റ് 50 ഇയേഴ്സിന് ശേഷം ഒരു 55 ഇയേഴ്സിന് ശേഷം ഒരു കപ്പടിക്കുക, 4 സീസണിൽ 2 തവണ ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യുക. ഹി വുഡ് ഹാവ് ലെഫ്റ്റ് ദി ക്ലബ് വിത്ത് എ സ്റ്റാച്യു. അത്രയ്ക്കും ഒരു പൊസിഷനിൽ നിന്ന് പുള്ളി ഇറങ്ങിപ്പോയാനെ. അത് എന്റെ ഒരു ഒപ്പീനിയനിൽ ക്ലബിന്റെ ഓണർഷിപ്പ് കാണിച്ച ഒരു മണ്ടത്തരാണ്. ദേ ഷുഡ് ഹാവ് ആക്ച്വലി ടുക്ക്ഡ് അറ്റ് സംബഡി എൽസ്. വേറെ ആരെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ, ഒരു ചേഞ്ച് വാസ് ഹൈലി നെസസറി. അതൊരിക്കലും ഫെസിലിറ്റേറ്റ് ചെയ്തില്ല. അതൊരു വലിയൊരു ഫെയിലർ ആയിപ്പോയി. ആ ചേഞ്ചിന്റെ സമയം, കാര്യം ഈ ഒരു 5 ഇയേഴ്സിന്റെ ഒരു സാധനം വായിക്കുന്നുണ്ടായിരുന്നു. അയാൾ വന്ന സമയത്തുള്ള പ്ലേയേഴ്സ് അത് എങ്ങനെ ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സിന് ഇമ്പ്രൂവ് ആക്കിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങള്. അതല്ല അടുത്തൊരു സ്റ്റേജിലേക്ക്, അപ്പൊ ഇതിപ്പോ അടുത്ത റൊട്ടേഷൻ വരും, കുറെ പ്ലേയേഴ്സ് പോണു, പുതിയ പ്ലേയേഴ്സ് വരുന്നു. ഈ റൊട്ടേഷന്റെ ഇടയിൽ കാര്യമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഓണർഷിപ്പിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഓണർഷിപ്പിന്റെ അംബീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പുതിയ ഓണേഴ്സ് വന്നു കഴിഞ്ഞപ്പോ അടുത്ത മാഞ്ചസ്റ്റർ സിറ്റി ആവോ എന്നുള്ളതൊക്കെ സംശയിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അപ്പൊ ആ സമയത്ത് എഡിഹോ മാനേജറായിട്ട് തന്നെ തുടരുന്നു. എഡിഹോ അല്ലാണ്ട് വേറൊരു മാനേജർ, അങ്ങനെ ഒരു ടോപ്പ് ക്ലാസ് മാനേജറിലേക്കും പോയില്ല. അതുപോലെ പ്ലേയേഴ്സും ആ സമയത്ത് അങ്ങനെയുള്ള ഒരു വലിയ സ്പെൻഡിങ് സിറ്റിയുടെ പോലുള്ള ഒരു ട്രാക്കിലേക്ക് അവർ പോയില്ല. അത് ഈ PSR-ഉം ഇഷ്യൂസ് ഒക്കെ കാരണമാണോ, FFP അതോ? പക്ഷെ എന്നാലും അതല്ലാണ്ട് മാനേജ്മെന്റ് അങ്ങനെ പ്രോപ്പറായിട്ട് പോയില്ല. മറ്റിപ്പോ ലിവർപൂൾ ആണെങ്കിൽ അവര് ഈ കൊമേഴ്ഷ്യൽ സൈഡിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ കൂടി ക്ലബിനെ കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആക്കി മാറ്റുന്നതിലൊക്കെ ചെയ്തു. അതും ഉപയോഗിച്ചിട്ട് ക്ലബിനെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ കഴിഞ്ഞ വർഷം തന്നെ ന്യൂ കാസിലിന് പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യേണ്ട പ്രശ്നങ്ങളും അങ്ങനെയുള്ളതിലേക്കൊക്കെ എത്തുന്നത് ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഓണേഴ്സ് ആ ഒരു ചലഞ്ചിലേക്ക് ഇപ്പൊ സിറ്റി അല്ലെങ്കിൽ ലിവർപൂൾ അങ്ങനെയുള്ള നന്നായിട്ട് മാനേജ് ചെയ്ത് വരുന്ന ഒരു ഇതിലേക്ക് എങ്ങനെ എത്തിക്കാൻ ശ്രമിക്കാണ്ടിരിക്കുകയാണ്? എന്താ അതിനെ കുറിച്ചൊരു തോട്ട്, ആ ഒരു നെക്സ്റ്റ് ഇതിലേക്ക് പോവാൻ? അല്ല, ഇപ്പം മണി ഈസ് നോട്ട് വാട്ട് ബ്രിങ്സ് സക്സസ് ഇൻ ഫുട്ബോൾ നൗഡേയ്സ്, ഇന്ന് എസ്പെഷ്യലി യൂറോപ്യൻ ഫുട്ബോൾ. ഈ ഒരു PSR-ഉം ഇപ്പൊ പുതിയ PSR ഇപ്പൊ പുതിയൊരു സാധനം വന്നിട്ട് എന്താണ് സ്ക്വാഡ് റേഷ്യോ അല്ല, എന്താ SCR, സ്ക്വാഡ് കോസ്റ്റ് റേഷ്യോ, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ, ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളില് ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ കാണണമെങ്കിൽ യു ഹാവ് ടു കമ്പയർ വില്ല ആൻഡ് ന്യൂ കാസിൽ. ഓക്കെ, രണ്ടും ഏതാണ്ട് ഒരേ പൊസിഷനാണ്. വില്ല ഹൈ ടേൺ ഓവറിലാണ് സക്സസ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെല്ലാരും ഒരു കാര്യം ഓർക്കേണ്ടത്, ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് എന്തോരം പരിചയം ഉണ്ടെന്ന് അറിയില്ല, സൗദി ഓണർഷിപ്പിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഓഫ് മാനേജർ വാസ് ഉണൈ എംറി. ഉണൈ എംറി ആയിരുന്നു സൗദി ഓണർഷിപ്പിന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. ആൻഡ് ദ ഡീൽ വാസ് ഓൾമോസ്റ്റ് സൈൻഡ്. ഓക്കെ, ആ ഡീൽ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് നല്ല സൂപ്പർ ആക്കി വെച്ചേക്കുമായിരുന്നു. പറ്റിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇൻഫർമേഷൻ ഗോട്ട് ലീക്ഡ് റൈറ്റ് ബിഫോർ ആ ചാമ്പ്യൻസ് ലീഗ് മാച്ച് ദാറ്റ് എംറി വാസ് മാനേജിങ് ഫോർ വില്ലറിയൽ. എംറി വില്ലറിയലിന്റെ മാനേജറായിരുന്നു. എംറി എന്ന് പറയുന്ന ഒരാള് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എംറി ഇസ് ലിറ്റിൽ ബിറ്റ് ഒരു ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു കർക്കശക്കാരനാണ്. എന്നുവെച്ചാൽ പുള്ളിയുടെ ചില ആവശ്യങ്ങൾ
ഇപ്പം ഒരു ഡിമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഹി വിൽ ബി ഭയങ്കര ഔട്ട്സ്പോക്കൺ ആയിട്ട് സംസാരിക്കും. അങ്ങേർക്ക് കട്ടൻഡർ ആയിട്ടൊരിടത്ത് നോ പറയേണ്ട അടുത്ത് നോ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ്. ഓൾഡ് സ്കൂൾ മാനേജറാണ് ശരിക്കും. ഒരു ഇപ്പോൾ ഉള്ളതിൽ വെച്ച് അതെ ഡിപ്ലോമാറ്റിക് ലിവർപൂൾ മാനേജർ. ലിവർപൂൾ ആ ഫാൻസിനെ സംബന്ധിച്ചോളം നല്ല വൃത്തിക്കറിയാം ഹാർവി എലിറ്റ് അവിടെ പോയിട്ട് കളിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ കളിപ്പിക്കൂല. കളിപ്പിക്കൂല. അതെ അതെ, അങ്ങനത്തെ ഒരു മാനേജറാണ്. സോ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദി ഇൻഫർമേഷൻ ഈ എംറി ഈസ് ബീങ് ഇന്റർവ്യൂഡ് ആൻഡ് എംറി ഈസ് ബീങ് കൺസിഡേർഡ്, എംറി ഈസ് ദി ടോപ്പ് കാൻഡിഡേറ്റ് എന്നുള്ള ഇൻഫർമേഷൻ ആക്ച്വലി എംറി, ഞങ്ങളുടെ ഓണേഴ്സ് പറയുന്നത് എംറി ആയിട്ട് സംസാരിച്ച് എല്ലാം ഒരു NDA വരെ സൈൻ ചെയ്ത്, നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് വരെ സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേച്ച് എംറി ആബ്സല്യൂട്ട്ലി ലോസ്റ്റ് വെൻ ഒരു ഹൈ സ്റ്റേക്സ് ചാമ്പ്യൻസ് ലീഗ് മാച്ചിന്റെ പ്രസ് കോൺഫറൻസിൽ നിങ്ങളെ ന്യൂ കാസലിന്റെ മാനേജറായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ പോകുവാണെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്, വാട്ട് ആർ യുവർ കമന്റ്സ് പറയാൻ പുള്ളി പൊട്ടിത്തെറിച്ച്. പുള്ളി അത് ഇപ്പോഴും ഉണ്ട്, ആ പ്രസ് കോൺഫറൻസ് ഇപ്പോഴും പുള്ളി പൊട്ടിത്തെറിച്ച്. പിന്നെ അറിയുന്നത് പുള്ളി വരില്ല എന്നുള്ളത്. പുള്ളിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. പുള്ളി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദിസ് ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ബി ലീക്ഡ് പ്രയർ. ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ അല്ല, ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഫിക്ചേഴ്സ് ശേഷം ഹി വാണ്ടഡ് ടു മൂവ് ഔട്ട്. ആ ഫിക്ചറിന്റെ ഇടയിൽ കൊണ്ട് ഈ ബോംബ് പൊട്ടിച്ചോടെ പുള്ളിയുടെ വരവ് അതോടെ കട്ടായി. അതിനുശേഷമാണ് പിന്നെ വന്ന് എഡി ഹവ്. ഇനി എഡി ഹവിന്റെ മാറ്ററിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡി ഹവ് വാസ് നെവർ ഗോയിങ് ടു സ്റ്റേ ദിസ് ലോങ് ഇൻ ദ ക്ലബ്. അവിടെ ആ പരിപാടി തകർത്ത് കയ്യിലിട്ട് കൊടുത്തത് ആ സെക്കൻഡ് സീസണിൽ പുള്ളിയുടെ ഫസ്റ്റ് ഫുൾ സീസൺ വിത്ത് ദ ക്ലബ് പുള്ളിക്ക് ലീഗ് കപ്പിന്റെ ഫൈനലും എത്തി, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തു. അതോടെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയണ ഒരു ഇമേജ് വന്നു. ഹിസ് പർച്ചേസിങ് കപ്പാസിറ്റി വിത്ത് ദി ഓണർഷിപ്പ് ഓഫ് ദി ക്ലബ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ആൻഡ് അതിനുശേഷം പുള്ളി ഹി ഗോട്ട് എ ഹ്യൂജ് സേ. അപ്പൊ എന്താ ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഓണർഷിപ്പ് വന്ന സമയത്ത് വി ഡിഡ് നോട്ട് ഹാവ് എ സ്പോർട്ടിംഗ് ഡയറക്ടർ. ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ. അപ്പൊ പ്ലേയേഴ്സിനെയൊക്കെ പർച്ചേസ് ചെയ്തത് അന്നത്തെ ഓണേഴ്സും എഡി ഹൗവിന്റെയും റെക്കമെൻഡേഷനിലൂടെയാണ് പ്ലേയേഴ്സിനെ പർച്ചേസ് ചെയ്തത്. എഡി ഹൗ പർച്ചേസ് ചെയ്ത പ്ലേയേഴ്സ് ഇൻസ്റ്റന്റ് സക്സസ് ആയി. ക്ലബിന് 1.5 വർഷം കൊണ്ട് ചാമ്പ്യൻസ് ലീഗിലെത്തി, ഒരു ലീഗ് കപ്പ് ഫൈനലിലെത്തി. You are playing in your second full season as the owners of a old club. You are playing Champions League football. അത് അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ആക്ച്വലി ജോൺ പറയുന്നത് ഫുട്ബോൾ ഫാൻസിനെ കുറച്ച് റിലേറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ചർച്ച ചെയ്ത ടോപ്പിക്കാണ് 2014 ബ്രെൻഡൻ റോഡ്ജേഴ്സ് ലീഗ് ജയിച്ചിരുന്നെങ്കിൽ ലിവർപൂളിന് ക്ലോപ്പ് ഉണ്ടാവില്ലായിരുന്നു. അതുപോലെയാണ്. ഇറ്റ്സ് ഓൾ ഒരു വീൽസ് ഇൻ മോഷൻ ആണ് അതെല്ലാം. ആ ഒരു അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് സംഭവിച്ചു. അതിനുശേഷം വാട്ട് ഹാപ്പൻഡ് ഇസ് ഒരുപാട് എന്താ പറയാ ഇങ്ങേരുടെ ഒരു ലാക്ക് ഓഫ് പുള്ള് നമ്മൾ ശരിക്കും കാണാൻ തുടങ്ങി. ഇങ്ങേരുടെ പ്ലെയർ സെലക്ഷൻസ് ഒക്കെ വളരെ മോശം. ഇപ്പൊ നിങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ പ്ലെയർ റിക്രൂട്ട്മെന്റ്, ന്യൂകാസലിന്റെ ഇപ്പോഴത്തെ പ്ലെയർ റിക്രൂട്ട്മെന്റ് എല്ലാം യങ് പ്ലെയേഴ്സ് ഫ്രം യൂറോപ്പാണ്. Banking on the fact that they might get successful in his system. എഡി ഹവിന്റെ സിസ്റ്റത്തില് യൂറോപ്യൻ ടാലൻസ് സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു അസംഷനാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഫെയിലിയർ ഇൻ ദ ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിഞ്ഞ സീസണിലായിരുന്നു. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസൈഡ് 90 കാണുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം, അവിടെ ഞാൻ തുടക്കം തൊട്ട് പറയുന്ന കാര്യമാണ് Alexander Isak should have been sold as early as possible. Yes. As early as possible വിറ്റുപോകേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. ബിക്കോസ് വി വർ ഓൾമോസ്റ്റ് വെരി ഷുവർ ദാറ്റ് പുള്ളി നിൽക്കില്ലെന്നുള്ളത്. പക്ഷേ എഡി ഹവ് കൺവിൻസ് ദി ഓണേഴ്സ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു സ്റ്റേ. പുള്ളി നിൽക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടാക്കിയെടുത്തു, വിച്ച് വാസ് എൻ അട്ടർ ബ്ലണ്ടർ. നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ ഒരു സംസാരം പോയിരുന്നെങ്കിൽ എക്കിട്ടേക്ക് ഞങ്ങൾക്കും കിട്ടിയാനെ, ഇസാക്കിനെ നിങ്ങൾക്കും കിട്ടിയാനെ. അതെ, ഇപ്പൊ ഈ ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് കാരണം നിങ്ങൾക്കും നഷ്ടമാണ്, ഞങ്ങൾക്കും നഷ്ടമാണ്, എവരിബഡി ലോസ്റ്റ്. ഇസാക്കിനും നഷ്ടമാണ്. ഇസാക്ക് ഇൻജേർഡ് ആയി, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് കളിച്ചില്ല, എല്ലാവർക്കും ഓൾ 3 parties ലോസ്റ്റ് ഔട്ട്. Everybody lost out. Everybody in the
ഈ ഡീലുണ്ടായിരുന്ന എല്ലാവരും ലൂസേഴ്സ് ആണ്. അതെ. അതിന്റെ ഒരു പ്രൈം എന്റെ ഒപ്പീനിയനിൽ അതിന്റെ പ്രൈം റീസൺ ഇസ് എഡി ഹൗ. അയാളാണ് ഇത് ഇത്രയും കുളമാക്കിയത്. അങ്ങനെ സ്മാർട്ടായിട്ട് നിന്നിരുന്ന യു ഷുഡ് ഹാവ് ആക്ച്വലി പുള്ളി ഫസ്റ്റ് തന്നെ വിചാരിച്ചു, പ്രീ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു ഇസാക്ക് നിക്കും വെച്ചാൽ ഇല്ല, പുള്ളി പോയി. അത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കണമായിരുന്നു പുള്ളി പോകുമെന്നുള്ളൊരു കാര്യം. അത് യു ഷുഡ് ലെറ്റ് ഹിം ഗോ. കാരണം ആ ഒരു ചേഞ്ച് വളരെ വളരെ അനിവാര്യമാണ്. ആൻഡ് എന്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനിൽ ഞങ്ങൾ ആക്ച്വലി ഇസാക്കിനെ വാങ്ങുന്നതിന്റെ മുന്നേ ഞങ്ങൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്ത പ്ലെയറാണ് എക്കിറ്റെക്കെ. വെൻ ഹി വാസ് വിത്ത് റിംസ്, സ്റ്റാർട്ട് റിംസിൽ കളിക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ അന്ന് എക്കിറ്റെക്കിനെ ടാർഗറ്റ് ചെയ്തതാണ്. അന്ന് എക്കിറ്റെക്കെ വാണ്ടഡ് ടു പ്ലേ ഫോർ PSG. അപ്പൊ ഞങ്ങള് റിംസ് ആയിട്ട് ഡീലൊക്കെ സൈൻ ചെയ്ത് അവനായിട്ട് സാലറിയും ഒക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു വെച്ചപ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് PSG വന്ന് അവനെ നോക്കി. പക്ഷെ PSG അവൻ കളിച്ചില്ല. ഹി വെന്റ് ഔട്ട് ഓൺ ലോൺ, ഹി വെന്റ് ടു ഫ്രാങ്ക്ഫർട്ട്, ദെൻ ഹി റീച്ച്ഡ് ലിവർപൂൾ. അതാണ് ആ സ്റ്റോറി. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി വി ആക്ച്വലി ഹാവ് എ ഹിസ്റ്ററി വിത്ത് എക്കിറ്റെക്കെ. ഞങ്ങൾക്ക് എക്കിറ്റെക്കിനെ വേണമെന്ന് അന്നേ വളരെ ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇവിടെ ഫ്രാങ്ക്ഫർട്ടായിട്ടും ഐ തിങ്ക് ദർ വാസ് സം ഡിസ്കഷൻ. എന്തോ ഒരു ഡീലിന്റെ കാര്യമൊക്കെ വക്കത്തെത്തിയപ്പോഴാണ് നിങ്ങൾ വന്ന് ഹൈജാക്ക് ചെയ്ത് പ്ലെയറിനെ കൊണ്ടുപോയത്. അതിന് ശേഷം നിങ്ങൾ ഇസാക്കിനെയും കൊണ്ടുപോയി. ദ നെക്സ്റ്റ് തിങ് ഇസ് പുള്ളി വാസ് ഓൺ എ ഹൈ. കഴിഞ്ഞ സമ്മറിൽ എഡി ഹൗ വാസ് ഓൺ എ ഹൈ. ആൻഡ് പുള്ളി പറയുന്നത് വേദവാക്യം പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് 2 ഡയറക്ടർ ഓഫ് ഫുട്ബോൾ വന്നു, അവർ പോയി. രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യമാണ്, നിങ്ങള് the recruitment system at the club is messed up. Whoever is running it is not running it in the right way. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് വേറെ നിങ്ങളെ ഇപ്പൊ ലിവർപൂൾ പോലെയോ മാൻ യുണൈറ്റഡ് പോലെയോ അല്ലെങ്കിൽ ഒരു ബിഗ് 6 ക്ലബിനെ പോലെ അല്ല ഇപ്പൊ ന്യൂകാസലിന് ഇപ്പം സർവൈവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു സെൽ വൈസ്ലി. വളരെ വൈസായിട്ട് സെൽ ചെയ്യണം. നൗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എലിയട്ട് ആൻഡർസൺ എന്ന് പറയുന്ന പ്ലെയർ ഞങ്ങളുടെ ഒരു യൂത്ത് പ്ലെയർ ആയിരുന്നു. He is now being sold to Manchester City for 116 million pounds. ഒരു സെൽ ഓൺ ക്ലോസ് പോലും ഇല്ല. ഓക്കെ, ഒരു സെൽ ഓൺ ക്ലോസ് പോലും ഇല്ല. ഇനി എലിയട്ട് ആൻഡേഴ്സിന്റെ സെയില് അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അടുത്ത നിങ്ങൾ തല കൈവച്ചിരിക്കും. ഓക്കെ, ഞങ്ങള് 2024 ആൻഡേഴ്സനെ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ആൻഡേഴ്സനെ സെല്ല് ചെയ്യുമ്പോഴത്തേക്കിന് ക്ലബ് ഹാഡ് എ ഡെഫിസിറ്റ് ഓഫ് അറൌണ്ട് 50 million pounds ഒരു ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഓണർഷിപ്പ് അല്ല, അന്നത്തെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റേ പോൾ ക്ലെമന്റോ, മുന്നേ പോൾ ക്ലെമന്റ് അങ്ങനെ പേര് അല്ലല്ല, അത് അതിന്റെ മുന്നേ മറ്റേ ബെർണാഡോ സിൽവേനെ വിട്ടെ, മൊണാക്കോയിന്ന് ബെർണാഡോ സിൽവേനെ വിട്ടെ പോൾ മിച്ചൽ. അങ്ങേര് ഞങ്ങളുടെ ഡയറക്ടർ ഫുട്ബോൾ ആയിട്ട് വന്നു. പുള്ളി സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? സെൽ മിഗേൽ ആൽമറോൺ ആൻഡ് ജോയലിംഗ്ടൺ ഫോർ ദാറ്റ് എമൗണ്ട്. നമ്മുടെ PSRലെ ഗ്യാപ്പ് പ്ലഗ് ചെയ്യാനായിട്ട് മിഗേൽ ആൽമറോണേയും ജോയലിംഗ്ടണെ സെല് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. എഡിയോ പറഞ്ഞില്ലല്ലോ, ദേ ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മൈ ടീം, എനിക്ക് അവരെ വിൽക്കാൻ പറ്റില്ല, വേറെ ആരെ വേണമെങ്കിലും വിട്ടു. പകരം വിട്ടത് ആരെയൊക്കെയാണെന്ന് അറിയോ? ഇപ്പൊ ബ്രൈറ്റണിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കുന്ന യൻകൂബ മിൻറ്റെ, 35 മില്യൺ, ഒരു സെൽ ഓൺ ക്ലോസ് ഇല്ല. ഇന്ന് 116 million pounds സിറ്റി വാങ്ങിച്ചോണ്ട് പോയ എലിയട്ട് ആൻഡർസൺ. ഇവരെയൊക്കെയാണ് ഇതാണ് ഇതോടെയാണ് പോൾ മിച്ചൽ സ്ഥലം വിട്ടുപോയത്. ഡാനാഷോത്തിന്റെ സിറ്റുവേഷൻ ആയത്, ഡാനാഷോത്ത് കുറച്ചുകൂടെ പേഷ്യന്റ് ആയിരുന്നു. ഡാനാഷോത്ത് സ്വല്പം കൂടെ പേഷ്യന്റ് ആയിരുന്നു. പുള്ളിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ പേഷ്യന്റ് ആയിട്ട് നിൽക്കുകയാണ്. ബട്ട് ദെൻ ഹി ഗോട്ട് ആൻ ഓഫർ ഫ്രം മാൻ യുണൈറ്റഡ്. വലിയൊരു ക്ലബ്ബ്, അതിനെ അവിടുത്തെ വൃത്തികേടെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നും പറയും പുള്ളി. അവിടെ ചെന്ന് ഇപ്പൊ മനസ്സിലായി, ഇവിടുന്ന് ചാടി അപ്പുറത്ത് പോയ അതാ ചീനച്ചട്ടിന്ന് തീരോട്ടെടുത്ത് ചാടിയ ഒരവസ്ഥയായി പോയെന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നും ഇല്ല.
ജോൺ, എനിക്ക് ചോദിക്കാനുള്ളത്, ഐ തിങ്ക് എവറി കൻ കം ഇൻ നൗ. അതായത് ന്യൂകാസൽ ഓണേഴ്സ്, PIF, എവരിബഡി നോസ്. അപ്പോ ന്യൂകാസൽ വന്ന ശേഷം, ന്യൂകാസൽ അവര് ടേക്ക് ഓവർ ചെയ്ത ശേഷമാണല്ലോ സൗദി ലീഗ് വന്നത്. യെസ്. സോ ഹൗ ഫാർ ഡു യു തിങ്ക് അവരുടെ പ്രയോറിറ്റി? ഇതിനകത്ത് 3 എലിമെന്റ്സ് ഉണ്ട്. ഒന്ന് 2034 വേൾഡ് കപ്പ്, അത് സൗദിയിലാണ്. സോ ഖത്താർ PSG ചെയ്ത പോലെ ദേ ആർ ട്രൈങ് ടു ബിൽഡ് എ സ്പോർട്ടിംഗ് പ്രോജക്ട് ഇൻ ദ കൺട്രി. ഒരു സ്പോർട്ടിംഗ് നേഷൻ എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ ഖത്താർ എയർവേസ് വന്ന പോലെ തന്നെ ഇവിടെ ആരംകോ, ആരംകോ എവറിവെയർ അറൌണ്ട്, വേൾഡ് കപ്പ് ആണെങ്കിലും ആരംകോ ആണ് ഇപ്പം. സോ എത്രത്തോളം ഈ ഓണേഴ്സ് ആർ സീരിയസ് അബൌട്ട് വിന്നിംഗ് ദ ലീഗ്, ഓർ ആ ആംബിഷൻ, വാട്ട് യു ഫീൽ? ആ ആംബിഷൻ ഉണ്ടോ? ബിക്കോസ് മണി ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് PSR പ്രോബ്ലംസ് can be solved with a very good sporting director or a sporting project. ഒരു മിനിറ്റ്. ഇനിയിപ്പോ PSR മാറി ഇപ്പൊ SSR SCR ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോളിംഗ് റവന്യൂടെ 80% 85% ആണ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ആ റവന്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി ഡീൽസ് ചെയ്താൽ മതി. ഇപ്പൊ ഡയറക്ട്ലി ചെയ്യുന്നതിന് പകരം മേ ബി അക്കാഡമി ബൂസ്റ്റ് ചെയ്തിട്ട് അക്കാഡമിന്ന് 2 3 സെയിൽ ചെയ്യുക വിത്ത് അറൗണ്ട് ക്ലോസ്, എന്നിട്ട് ഇൻവെസ്റ്റ് എന്താ പറയാ ലോജിക്കലി, അല്ലെങ്കിൽ ബെറ്റർ ആ ഒരു ആംഗിളിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സീസണോ അതിന്റെ അടുത്ത സീസണോ ടോപ്പ് 4 എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് എഡി ഹൗവിനെ കുറിച്ചുള്ള ക്ലബിന്റെ അകത്ത്, കാരണം ജോൺ ന്യൂകാസൽ ഫാൻ ആണ്. സോ ദേ നോ ഇൻ ഡെപ്ത് ദാൻ വാട്ട് വി നോ. ആൻഡ് മോസ്റ്റ്ലി നമ്മുടെ വ്യൂവേഴ്സിനും ന്യൂകാസൽ ഫാൻസിനെ കുറിച്ചും ക്ലബിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് അനാലിസിസ് ഉണ്ടാവില്ല. ലൈക് ഹൗ ബിഗ് ദേ ആർ ആക്ച്വലി. ഞാൻ ദേ വേർന്ന് പറയുന്നില്ല, ദേ റിയലി റിയലി ബിഗ് ക്ലബ്. കാരണം 1 സിറ്റി ക്ലബാണ്, 1 ക്ലബ് സിറ്റി, വാട്ട് എവർ ഹൗ യു കോൾ ഇറ്റ്. സണ്ടർലൻഡ് ആണ് അവർക്ക് റൈവൽസ് ആയിട്ട് ഉള്ളത്. ആൻഡ് ആബ്സല്യൂട്ട്ലി ഒരു ലൈക്ക് ഹൗ FSG കെയിം ടു ലിവർപൂൾ, ഒരു ഓണർഷിപ്പ് ആംബിഷൻ കാണിച്ചാൽ ഈ PSR പ്രോബ്ലംസ് ഒക്കെ മാനേജബിൾ ആണ്. ലുക്ക് അറ്റ് ആസ്റ്റൺ വില്ല, ദേ സോൾഡ് നമ്മുടെ മോർഗൻ റോജേഴ്സ് ഫോർ 116 million 117 million and they are out of it. സോ ന്യൂകാസലിന് ഒരു ബർമിംഗം സിറ്റി ക്ലബിനെ കാട്ടും ഫാൻ ബേസ് ഉണ്ട് ഇന്നും. നോ മാറ്റർ വാട്ട് ദ ടീം ഇസ്, ഗോയിങ് അവേ ടു ന്യൂകാസൽ ടു സെന്റ് ജെയിംസസ് പാർക്ക് ഇസ് എ ബിഗ് ചാലഞ്ച്. സോ ആ വയസ്സിൽ നോക്കുമ്പോൾ ആ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഗോൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ആ ന്യൂകാസലിന്റെ ഫാൻ ബേസും ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ആ സിനിമ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തത്. കാരണം ആ രണ്ട് സിനിമ മുഴുവനും ന്യൂകാസൽ തന്നെയാണ്. ഗോളിന്റെ വലിയ ഒരു പ്ലെയർ വലുതായി വരുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ കണ്ടു നോക്കുക, അതിലൊക്കെ അവൈലബിൾ ആണ്. ഗോൾ എന്ന് പറഞ്ഞ മലയാളമല്ല, മലയാളം ഗോളല്ല. അതെ അതെ. സോ ഞാൻ ചോദിച്ചതാണ്, ലൈക് ഹൗ ഫാർ ഡു യു തിങ്ക് ദേ ആർ സീരിയസ് അബൌട്ട് ആക്ച്വലി ചാലഞ്ചിങ് ലൈക് ടോപ്പ് 4 ആണ് അതായത് ടോപ്പ് 4 എന്നാണ് ഇപ്പം ചാലഞ്ചിങ്. ബാക്കി അതിൽ നിന്ന് ഒരാൾ ജയിക്കുന്നു എന്നുള്ളൂ. ഇപ്പം നോബഡി ക്യാൻ ആക്ച്വലി പ്ലാൻ ടു വിൻ ദ ലീഗ് അതർ ദാൻ മാഞ്ചസ്റ്റർ സിറ്റി ഇസ് വാട്ട് ഐ ഫീൽ. അപ്പൊ അവിടെ their ambitions ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഓണേഴ്സിന്റെ ആംബിഷൻസ്, ഹൗ ഫാർ ഡു യു തിങ്ക് വാട്ട് അവർ എത്രത്തോളം ഇതിലേക്ക് പോകാൻ ചാൻസ്, അവിടെ ഞാൻ ചോദിച്ചത്. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് അല്ലെ ഇവരുടെ? സ്റ്റേജ് മാത്രമല്ല, ആക്ച്വലി അവര് ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ പിന്നോട്ടല്ലേ പോയിരിക്കണം. ടോപ്പ് 4ലേക്ക് വന്നു. സോ PSR ഇഷ്യൂസ് നിലനിൽക്കെ തന്നെ ഞാൻ ചോദിക്കുന്നു, ലൈക് വാട്ട് ഈസ് ദിയർ ആംബിഷൻ ഗിവൺ ദാറ്റ് സൗദി ലീഗ് ഒരു സൈഡിലുണ്ട്, ദേ ഹാവ് എ വേൾഡ് കപ്പ് കമ്മിങ് അപ്പ്. സോ ന്യൂകാസലിനെ എങ്ങനെയാണ് അവർ കാണുന്നത്? വാട്ട് യു തിങ്ക്, വാട്ട് ഈസ് ദിയർ ആംബിഷൻ എന്ന ചോദ്യം. അവർ ആക്ച്വലി വേർബലി ഇതുവരെ കമ്മിറ്റ് ചെയ്തേക്കണ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിനെ ഒരു ചാമ്പ്യൻ, ഇംഗ്ലീഷ് ചാമ്പ്യൻ ആക്കണം എന്നുള്ളൊരു ലെവലിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ സംസാരിച്ചേക്കുന്നത്. യു കനോട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 4.5 വർഷത്തെ അവരുടെ ഒരു എഫേർട്ട് വെച്ച് യു കനോട്ട് അങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറ്റില്ല. ദേ ഡൺ ദർ ബെസ്റ്റ്. കാരണം അവരുടെ ലിമിറ്റേഷൻസും കാര്യങ്ങളും വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. സോ ദർ ആർ സം ലേറ്റ് ഡിസിഷൻസ്, സം ബാഡ് ഡിസിഷൻസ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്.
വിത്ത് റിഗാർഡ്സ് ടു ലോങ് ടേം ഒരു കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദി ക്ലബ്, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയേക്കണെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലബ്ബ് മാത്രമല്ല, ന്യൂകാസിൽ ടൗൺഷിപ്പിൽ തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അവർ വെച്ചിട്ടുണ്ട് സോഫ. ഇപ്പം ദേ ആർ ഇൻവെസ്റ്റിംഗ്. ഇപ്പം നമ്മുടെ നാട്ടില് സതീശൻ പറയണ പോലെ, മുഖ്യമന്ത്രി സതീശൻ പറയണ പോലെ അവരവരുടെ ന്യൂകാസിൽ സിറ്റിയിലെ പോർട്ട്, അതേപോലെ തന്നെ ദേ ഹാവ് മേഡ് എ ലോട്ട് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദ സിറ്റി. അപ്പം അവര് അവരാ ഒരു ദർസ് എ ലോങ് ടേം അജണ്ട വിത്ത് റിഗാർഡ്സ് ടു ഇൻവെസ്റ്റ്മെന്റ്സ് അറൌണ്ട് ന്യൂകാസിൽ ഏരിയ. പിന്നെ അത് മാത്രമല്ല, ദർ ആർ ബീങ് പ്രൊപ്പോസൽസ് ടു ഇംപ്രൂവ് ദി ട്രെയിനിങ് ഗ്രൗണ്ട്. പുതിയൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ലാൻഡ് ഒക്കെ അക്വയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്, അവരുടെ ന്യൂകാസിൽ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ഗ്രേഡ്. ഇപ്പോ ന്യൂകാസിലിന്റെ ഒക്കെ കറന്റ് ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഞാനൊക്കെ ഐ സ്റ്റിൽ റിമെമ്പർ മേ ബി 8 or 9 years ago കോൾഡ് മറ്റേ ഐസ് ബാത്തിന്റെ പരിപാടി ഒരു വീപ്പക്കുറ്റിക്കകത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്നും പ്രത്യേകിച്ച് ഇപ്പൊ അതൊരു ഹൈഡ്രേഷൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ജസ്റ്റ് ഇവര് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തത്. അവർക്ക് ഇപ്പോഴും അവരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുറച്ചുകൂടെ നല്ല ഒരു ഹയർ ഗ്രേഡ് ഓഫ് ട്രെയിനിങ് ഗ്രൗണ്ട് വേണം എന്നുള്ള ഒരു ഒപ്പീനിയനിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പം അതിനൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. So we kind of get the feeling that they are in it for the long haul. However, അവര് ഈ കഴിഞ്ഞ സമ്മറില് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കുറച്ച് ഷെയർസ് അവർ ഡൈവെസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേട്ടത്. അത് വേറെ അവിടുത്തെ സൗദിയിൽ നിന്ന് തന്നെയുള്ള വേറെ ടൈപ്പ് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ചെയ്യുന്നതെന്ന് പറയാൻ പ്രോപ്പർ ബിസിനസ് പോലെ തന്നെയാണ്. അവര് അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് അവർ കുറച്ചുകൂടെ ഹയർ മാർക്കപ്പ് വാല്യൂലാണ് കൊടുത്തിട്ട് whatever they are getting, they are investing it in the club എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So there is actually willingness from the ownership to actually improve the club, which is good, because അവരത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ അവര് രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഒരു കൺട്രി വൈഡ് ഫുട്ബോൾ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഐ ഡോണ്ട് നോ, അവരുടെ സൗദി ലീഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ ഐ തിങ്ക് കഴിഞ്ഞ ഒരു 1-2 വേൾഡ് കപ്പ് തുടങ്ങുന്നതിന്റെ ജസ്റ്റ് മുന്നേ തന്നെ അവർ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു ബൗണ്ടറി അവർ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗദി ലീഗ് എന്ന് പറയുന്ന സാധനം വേറെ തന്നെ ഒരു എൻറ്റിറ്റിയാണ്, ന്യൂകാസിൽ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അത് വേറെ തന്നെയാണ്. ബിക്കോസ് രണ്ടാണ്. സൗദി ലീഗ് ആക്ച്വലി അവരുടെ ഫുട്ബോൾ ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ കൾച്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇപ്പൊ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. അപ്പൊ അത് ആക്ച്വലി യു ക്യാൻ സീ ഇറ്റ്. കാരണം ആ ഒരു സൗദിയുടെ പെർഫോമൻസസ് ഇൻ ദ വേൾഡ് കപ്പ് ഇസ് നൗ ആക്ച്വലി ബെറ്റർ ദാൻ വാട്ട് ഇറ്റ് വാസ് മേ ബി 8 years ago. അല്ലെങ്കിൽ അതിന്റെ മുന്നേ അവര് കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ നമ്മൾ അവരുടെ പെർഫോമൻസസ് കാണുമ്പോഴത്തേക്കും ശരിക്കും ഗുഡ്, ഒരു നല്ലൊരു പ്രോഗ്രസ് അവിടെ കാണുന്നുണ്ട്. അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്, സൗദി ലീഗ് ഉപയോഗിച്ച് അവരുടെ ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിന്റെ ടാലൻസ് ഇൻക്രീസ് ചെയ്യുക, ടാലന്റ് പൂൾ ഇൻക്രീസ് ചെയ്യുക, എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് അവർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ഇമേജ് വളർത്താനായിട്ടാണ്. ബ്രാൻഡ് ഇമേജ് വളരണമെങ്കിൽ ഡെഫിനറ്റ്ലി സക്സസ് ഹാസ് ടു ഫോളോ. മീഡിയോക്രിറ്റിയിൽ നിന്ന് ഒരു ബ്രാൻഡ് ഇമേജ് വളർത്താൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി അവിടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ അവര് ഈ ക്ലബിനെ വളർത്താനായിട്ടുള്ള എല്ലാ ഉദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ ടേക്കിംഗ് സം സ്റ്റെപ്സ്. മൈറ്റ് നോട്ട് ബി വെരി ഫാസ്റ്റ്, ലൈറ്റിംഗ് ഫാസ്റ്റ് സ്പീഡിലൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് ട്രാക്ക്, റൈറ്റ് വേ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് അവരെ ആക്ച്വലി ഓണർഷിപ്പിനെ അങ്ങനെ കാര്യമായിട്ട് ബ്ലെയിം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നില്ല. However, still ഞാൻ പറഞ്ഞ പോലെ there are some bad decisions, late decisions. അതെ, നമുക്ക് ഇന്റൻഷൻസ് ആർ ഗുഡ് എന്നാണ് പറയുന്നത്. ഇന്റൻഷൻസ് ആർ ടു വിൻ, അതല്ലേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അഗൈൻ, റണ്ണിങ് എ ക്ലബ് ഇസ് നോട്ട് ഈസി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബ് നമുക്ക് കാണുന്നുണ്ട്, ഹൗ ഡിഫിക്കൽട്ട് ഇസ് റൺ എ ക്ലബ് ലൈക്ക് ദാറ്റ്. സോ ന്യൂകാസിൽ ആണെങ്കിലും ഇറ്റ്സ് ഈ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. ലൈക്ക് ഈവൻ നമ്മുടെ ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ FSG 2011 വന്നിട്ട് മേഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. പിന്നെ ഒരു ഐക്കോണിക് മാനേജർ അവർ എത്തിപ്പെട്ടതാണ് അതിലേക്ക്. യർഗൻ ക്ലോപ്പ് പോലത്തെ ഒരു മാനേജർ കിട്ടിപ്പോയതാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഐ തിങ്ക് ദാറ്റ് വേ ന്യൂകാസിൽ നീഡ്സ് ടു ഫൈൻഡ്. അവിടെയാണ് ചോദ്യം. ജോൺ കഴിഞ്ഞ തവണ കുറെ നമ്മുടെ ഇയാളെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ എഡി ഹൗവിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ഐ ഓൾസോ ഫീൽ ജനറൽ കൺസെൻസസ് ഔട്ട്സൈഡ് ദ ക്ലബ് ആസ് അതർ ക്ലബ് ഫാൻസ്, പുള്ളിക്ക് ഈ ക്ലബിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലേക്ക് പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്.
ഇനി അങ്ങോട്ട് ഗെയിം വേറെയാണ്. ലൈക്ക് യു നീഡ് എ മാനേജർ ഹു ഹാസ് ഐസ് ഓൺ അക്രോസ് യൂറോപ്പ്, ഹു ഹാസ് എന്താ പറയാ ഒരു പ്ലേയിങ് സ്റ്റൈൽ വിച്ച് ടേക്സ് ദ ക്ലബ് ഫോർവേഡ് എന്നൊരു സാധനം. കാരണം ഈ എഡി ഹൗ ഈ ഇംഗ്ലീഷ് മാനേജേഴ്സ് വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മീഡിയ ഡാർലിങ്സ് ആയിരിക്കും എപ്പോഴും. മീഡിയ വിൽ ഓൾവേസ് കൈൻഡ് ഓഫ് അവരെ ഇപ്പൊ എഡി ഹൗ എന്ന് പറയുന്ന ആള് ഒരു ഫോറിൻ മാനേജർ ആണെങ്കിൽ ലാസ്റ്റ് സീസണിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് യു വുഡ് ഹാവ് ബീൻ ഹാർഷ്ലി ജഡ്ജ്ഡ്. പക്ഷെ ഇപ്പോഴും എഡി ഹൗ എന്നുള്ള പേര് ഇംഗ്ലണ്ട് മാനേജർ ജോബിലേക്ക് എപ്പോഴും പറയുന്നു. എഡി ഹൗ ഇസ് ഇംഗ്ലീഷ് മാനേജർ, എഡി ഹൗ ഇസ് ഇംഗ്ലീഷ് മാനേജർ, ഹി ഗിവ്സ് ചാൻസ് ടു ഇംഗ്ലീഷ് പ്ലേയേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയാണ് വാട്ട് ഈസ് യുവർ ടാർഗറ്റ് ഫോർ ദിസ് സീസൺ? നമുക്ക് ട്രാൻസ്ഫേഴ്സിലേക്ക് ഇത് കഴിഞ്ഞിട്ട് വരാം. പക്ഷെ ഫോർ എഡി ഹൗ ടു ബി ഇൻ ദ ജോബ്, അല്ലെങ്കിൽ what does he have to achieve? Top 4 again മതിയാവോ അതോ there needs to be അതിനെ കുറിച്ച് എന്താണ്? Definitely. I think European football ആയിരിക്കും most probably എഡി ഹൗവിനെ പ്രാവശ്യം. ഓൾസോ എനിക്ക് തോന്നുന്നു മൂഡ് ഓഫ് ദ ക്രൗഡ് ഓൾസോ അതിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം സീസൺ തുടങ്ങി ഒരു ആദ്യത്തെ ഒരു 5-6 കളിയിൽ ഒരു 4 തോറ്റു കഴിഞ്ഞാൽ എക്സ്പെക്ട് ഹിം ടു ഗെറ്റ് സാക്ട്. അതെന്തായാലും ഉണ്ടാവും. ഇനിയും അവർ ആ ഒരു പേഷ്യൻസ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ മസ്റ്റ് ഹാവ് സംബഡി. അവർക്ക് ഇപ്പൊ ഈ അഡിഡാസ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ടൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഐ എം ജസ്റ്റ് ഒരു രീതിയിൽ ചുമ്മാ ഗസ് ചെയ്യാണ്, നാഗൽസ്മാൻ ആയിരിക്കും. സ്പെക്കുലേഷൻ ആണ്. അതെ, കാരണം ആ ഒരു അഡിഡാസ് ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കറണ്ട് അവൈലബിലിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നാഗൽസ്മാൻ ആണ് ഒരു ചാൻസ് ഉള്ളത്. ബട്ട് എന്തോരം പക്ഷെ ജസ്റ്റ് ക്ലിയർ സ്പെക്കുലേഷൻ, വേറൊന്നുമില്ല. അതിന്റെ അകത്ത് ഒരു ബാക്കപ്പ് ഇല്ല, ഒരു ആഗ്രഹവും പിന്നെ പല ദിവസം വെച്ച് മാത്രം പറയാം. അതാണ് തോന്നുന്നത്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ സീസണിൽ തന്നെ എഡി ഹൗ പോകുന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരുന്നിരുന്നത്. കഴിഞ്ഞ സീസണിൽ ഞാൻ ആക്ച്വലി സാക്ക് ആവാൻ പോകുന്ന മാനേജർമാരിൽ ഒരാളെന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്തൊക്കെ ചെയ്തിരുന്ന എഡി ഹൗവിന്. അങ്ങനെ കാരണം ഒരു ചേഞ്ച് അവിടെ ആവശ്യമാണ്, ഒരു ഫ്രഷ്നെസ്, ഒരു പുതിയൊരു സ്റ്റൈല്, പുതിയൊരു അപ്രോച്ചും ഒക്കെ ആവശ്യമാണ്. ഈ സീസണിൽ എന്തായാലും ആള് നല്ല പ്രഷറിലായിരിക്കും. കാരണം ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുതിയ സൈനിങ്സ് വരണു, പുതിയ ഈ ടാർഗറ്റ് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫാൻസും ഒക്കെ അസ്വസ്ഥരായിരിക്കും. അവർക്ക് ജഡ്ജ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കഴിഞ്ഞ ചില സമയത്ത് റെലഗേഷന്റെ അതിൽ പോലും വന്നിരുന്നു. ഇടയ്ക്ക് ചില സമയത്ത് റെലഗേഷൻ ബാറ്റിൽ ന്യൂകാസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവസാനം അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ കഴിഞ്ഞ പോയതാ. അപ്പൊ ഇനി ഫാൻസ് ഈ പറഞ്ഞ പോലെ 2-3 പെർഫോമൻസ് ഒക്കെ ഡിപ്പായി കഴിഞ്ഞാൽ അപ്പോ എതിരെ തിരിയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവന് സൈനിങ്സിന്റെ കാര്യത്തിൽ വരെ ആ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് പോവാം. ഞാൻ പറഞ്ഞത് പല മേഖലകളിൽ ഇങ്ങനെ ഈ പല കാര്യങ്ങളിലായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പ്രഷർ. എനിക്ക് തോന്നണില്ല അത് ഈ സീസൺ ഫുള്ള് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ടോപ്പ് 4 ടോപ്പ് 5 എന്നുള്ളത് ഓരോ സീസൺ കഴിയുമ്പോൾ ടഫായി വരിക. പക്ഷെ ഇപ്പോ ആക്ച്വലി ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറയാം. ഗാർഡിയോള പോയി, അവിടെ പല സ്ഥലത്തും പുതിയ മാനേജേഴ്സ്, ഒരു ട്രാൻസിഷൻ നടക്കുന്നു. ആഴ്സണലിൽ മാത്രമേ ഒരു മാനേജർ അങ്ങനെ നിൽക്കുള്ളൂ. ആസ്റ്റൺ വില്ല ഓഫ് കോഴ്സ് എമറി ഉണ്ട്. ആ 2 ക്ലബ് അല്ലാണ്ട് ബാക്കി ക്ലബ്സിലൊക്കെ അങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആക്ച്വലി ഒരു ഗ്യാപ്പ് ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി മാനേജർ ഉണ്ട്, നല്ല സ്ക്വാഡ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ട് എത്താൻ പറ്റുന്നൊരു സാധ്യത ഉണ്ട്. പക്ഷെ എനിക്ക് എഡി ഹൗവിനെ ഇത്രയും കണ്ടത് വെച്ചിട്ട് അതിന് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോ ഓഫ് കോഴ്സ് ഓണർഷിപ്പ് ഇത്തവണ അതിലേക്ക് ചലഞ്ച് ചെയ്ത് ടോപ്പ് 5ലേക്ക് എത്താം, ചാമ്പ്യൻസ് ലീഗ് പ്ലേസിലേക്ക് എത്താം എന്നുള്ളൊരു ഹോപ്പ് വെക്കുന്നൊരു ഇതായിരിക്കാം ഈ പൊസിഷൻ വെച്ചിട്ട്. അപ്പോ അത് ജഡ്ജ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് തോന്നണില്ല എഡി ഹൗ കണ്ടിന്യൂ ചെയ്തു പോകുന്നുള്ളത്. അതെ ജോൺ, എന്തായാലും നമുക്ക് ഈ സീസണിലേക്ക് വരാം. ആസ് യു സെഡ് ടോപ്പ് 4 ആണ് എക്സ്പെക്ടേഷൻ. പക്ഷെ വാട്ട് ഈസ് ദ ഡയറക്ഷൻ? ഒരു യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ, ആ ഒരു ഗ്യാപ്പ് ഇപ്പം ഇല്ല. ഈ 4th, 6th, 7th ഏകദേശം 7th വരെ കിടക്കുകയാണ്. അത് സാധ്യതയുണ്ട് 7th വരെയാണെങ്കിൽ. ഞാൻ ചോദിക്കുന്നത് ഈ സീസണിലെ സോഫാർ നമ്മൾ ശരിക്കും ഈ പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കാൻ കാരണം തന്നെ ന്യൂകാസലിന്റെ ട്രാൻസ്ഫർ ബിസിനസ് കണ്ടിട്ട് എന്നൊരു തോന്നലാണ്. ടൊണാലി പോയി, ഗോർഡൻ പോയി, വിത്ത് റിഗാർഡ്സ് ടു സെയിൽ ഓഫ് പ്ലെയേഴ്സ്
അതും ഞാൻ ആ ഇൻസൈഡ് 90 എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. ടൊണാലി, ഗോർഡൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പോകേണ്ട തന്നെ പ്ലേയേഴ്സ് ആണ്. അത് ദേ ആർ എന്താ പറയുക, അവരൊക്കെ ഒരു എക്സ്ട്രീംലി അംബീഷ്യസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് അവരൊക്കെ. അവര് ഇവിടെ വന്നത് തന്നെ ഞങ്ങൾ ഇവിടെ പെർഫോം ചെയ്ത് ഞങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലോങ് ടേം നിന്ന് വിൻ ചെയ്യാനായിട്ടുള്ള ഒരു ടാർഗറ്റ് ഇല്ലാണ്ട് വന്ന പ്ലേയേഴ്സ് ആണ്. അവരിവിടെ വന്നു, അവര് കുറച്ച് ഹൈലൈറ്റ് റീൽസ് ഉണ്ടാക്കി, they wanted to move on. അങ്ങനത്തെ 2 പ്ലേയേഴ്സ് ആയിരുന്നു ടൊണാലിയും ഗോർഡനും. ഞാനത് കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മുടെ ഇൻസൈഡ് 90യുടെ സ്ട്രീമിൽ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഗോർഡനെയും ടൊണാലിനെയും ഉറപ്പായിട്ടും they will not be there in the next season. അത് നമുക്ക് ഏതാണ്ട് ഉറപ്പാണെന്നുള്ള കാര്യം ഞാൻ അവിടെ പറയായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി വേണ്ടിയ കുറച്ച് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാല് ലൂയിസ് ഹോള് അല്ലെങ്കിൽ ബ്രൂണോ ഗിമറിഷിനെ അറ്റ്ലീസ്റ്റ് ഒരു സീസണിലെങ്കിലും, ഈ ഒരു സീസണെങ്കിലും പിടിച്ചു വെക്കണം. അടുത്ത സീസണിൽ പോവുകയാണെങ്കിൽ പോട്ടെ, യാതൊരു കുഴപ്പമില്ല. ഈ സീസണെങ്കിലും, കാരണം ഇത്രയും ഒരു ഹൈ ലെവൽ സെയിൽ നടക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ അഭാവം വന്നു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഫാർ വി ആർ ഹോൾഡിങ് ഗുഡ്. ആ ഒരു സെയിൽസിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്ലേയേഴ്സ് ആണ് സെല്ലായി പോയേക്കുന്നത്. നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇൻകമിങ്സ് വന്നിട്ടില്ല. ഇപ്പൊ വന്നേക്കുന്ന 150 മില്യന്റെ അടുത്ത് വന്നു വിത്ത് ടൊണാലി ആൻഡ് 175 മില്യന്റെ അടുത്ത് വന്നു. പക്ഷെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഇത്രയും ഹൈ വാല്യൂ പോകുമ്പോൾ നിങ്ങൾക്ക് അപ്പം ജോണിനും അറിയാം പോകുന്നുണ്ട് എന്ന്. സോ യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് എ പ്ലെയർ ബാക്ക്. ലൈക്ക് അപ്പൊ തന്നെ സംസാരിച്ച് വെച്ച് ആ ഡിലേ എന്താണ് വരുന്നത് ടു ഗെറ്റ് എ റിപ്ലേസ്മെന്റ് ഓർ ഗെറ്റ് അത് ഡോണ്ട് നോ. അത് ബേസിക്കലി എന്റെ ഒരു ഒപ്പീനിയനിൽ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് മാനേജറിയൽ പുള്ളി. ഇപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഇല്ല, പിന്നെ എഡി ഹവൻ എന്ന് പറയുന്ന ഒരു മാനേജറിന്റെ സ്റ്റോക്ക് ഒന്ന് ഇടിഞ്ഞ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഐ ബിലീവ് വി ഹാവ് ബോട്ട് ഇൻ 3 പ്ലേയേഴ്സ്. ഒരു ഗോൾ കീപ്പറാണ്, ഒരു ഫ്രഞ്ച് ലീഗിൽ നിന്ന് ഒരു ഗോൾ കീപ്പർ വന്നിട്ടുണ്ട്. ഐ ബിലീവ് ഹി ഈസ് ഗോയിങ് ടു ബി എ ബാക്കപ്പ് ഗോൾ കീപ്പർ. പിന്നെ ഒരു ഷോൺ സ്റ്റ്യൂർ എന്ന് പറയുന്ന അയാക്സിന്റെ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അതെ പയ്യനാണ്, ബട്ട് അവന്റെ ഗെയിം സ്റ്റൈല് കാണാനായിട്ട് രസമുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഒരു നല്ല ഒരു പാസ് ആൻഡ് മൂവ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. ആൻഡ് പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഫുട്ടഡ് വിങ്ങർ ആണ്. ബസുമന ട്രയോർ എന്ന് പറയുന്നത്, ട്രയോറെ എന്ന് പറയുന്നത്, ടൂറെ എന്ന് പറയുന്ന ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. ഇപ്പൊ അതേ മിനിഞ്ഞാന്നെങ്ങാണ്ട് ഒരു ലെവാൻറ്റെ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിൽ നിന്ന് ഒരു 18-year-old 6 feet 5 inch tall സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഇത് വെച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കിന് 1+1 = 2 എന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ സീസൺ മൊത്തം വിങ്സ് ക്രോസ് വന്ന് ഹെഡ് ചെയ്ത് അകത്തിടാനായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതെ എനിക്ക് തോന്നുന്നു ട്രയൽ ആൻഡ് ടെസ്റ്റിലോട്ട് പറയാനായിട്ടുള്ള ഒരു ഉദ്ദേശമാണെന്ന് തോന്നുന്നു. കണ്ടേച്ച് ഏതാണ്ട് ആ ഒരു ലൈനിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് ബാക്ക് പൊസിഷൻസിൽ ഞങ്ങൾക്ക് പ്ലേയേഴ്സിനെ വേണം. കാരണം ഞങ്ങളുടെ ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്ന റൈറ്റ് ബാക്സ് കവറുകൾ എല്ലാരും പോയി. ട്രിപ്പിയർ പോയി, എമിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പ്ലെയർ പോയി, ടീനോ ലിവറമെന്റോ ഉണ്ട്. വി ആർ എക്സ്പെക്ടിങ് ലിവറമെന്റോ ടു ഗെറ്റ് ട്രാൻസ്ഫർ ദിസ് സമ്മർ. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു ഇഞ്ചറി ഇംഗ്ലണ്ട് ക്യാമ്പിൽ പോയി ഇഞ്ചറി വന്നതോട് വെദർ ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഓർ നോട്ട് കണ്ടറിയണം. യാതൊരു കാരണവശാലും ലൂയിസ് ഹോളിനെ കൊടുക്കല്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ഒരു യൂസ്ലെസ് നോൺസെൻസ് റൂമേഴ്സേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പിന്നെ കേട്ടിരുന്ന റൂമർ മൻസാമ്പിയുടെ റൂമർ ആയിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റ് അത് സംഭവിച്ചില്ല. അല്ല, അത് ഞാൻ ഒരു ന്യൂകാസിൽ ഫാൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞങ്ങളുടെ പ്ലെയേഴ്സിനെ ഇഫ് എനി പ്ലെയർ ഇസ് ലിങ്ക്ഡ് വിത്ത് അസ്, ഞങ്ങൾ ന്യൂകാസിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ലിങ്ക് ഉണ്ടെങ്കിൽ ആ പ്ലെയർ വരില്ല. അത് ഉറപ്പിച്ചോ. അത് ഒരു ന്യൂകാസിൽ യൂസ്ഡ് ആസ് എ നെയിം ടു ജാക്കപ്പ് പ്രൈസസ്, അല്ലെങ്കിൽ എന്താ പറയണ, ഇങ്ങനെ പ്ലെയറായിട്ട് ലിങ്ക് ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത്. ഇപ്പം ശരിയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ അടുത്ത് മറ്റേ വിക്ടർ മുനിയോസ് അല്ല, ആ പ്ലെയറിന്റെ പേരെന്തായിരുന്നു, മറ്റേ ഇവിടുന്ന് വന്ന റയൽ മഡ്രിഡിന്റെ ഒരു വിക്ടർ മുനിയോസ്, അത് ആക്ച്വലി സംസാരിച്ചു എന്നൊക്കെ പറയണ, ഐ മീൻ വിക്ടർ മുനിയോസ് ആയിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ എഗ്രി ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്.
അത് നിങ്ങൾ വന്ന് നേരെ റിലീസ് ക്ലോസ് കൊടുത്ത് നിങ്ങൾ കൊണ്ടുപോയി. ഉം. അതൊക്കെ സത്യമാണ്, ദാറ്റ് ട്രൂ. പക്ഷെ വേറെ വിക്ടർ മുഡിയോസിന്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഇറ്റ് കെയിം വെരി ക്വിക്ക്, വളരെ പെട്ടെന്ന് വന്നു. ഒരു 48 hours ശേഷം നിങ്ങൾ വന്നു, അത് ഡീല് ക്ലോസ് ചെയ്താണ് പോകുന്നത്. സോ ദാറ്റ് ഇസ് ഹൗ നോർമലി ന്യൂകാസിലിന്റെ ഡീൽസ് എല്ലാം അങ്ങനെയാണ്. നിങ്ങളൊരു കഴിഞ്ഞ ഒരു ഈ പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ ശരിക്കും നോക്കുവാണെങ്കിൽ നോ പ്ലെയർ ഇസ് ഔട്ട് ദർ ഇൻ ദ മാർക്കറ്റ് ഫോർ മോർ ദാൻ 48 hours. 48 hours കൂടുതൽ ഒരു പ്ലെയർ ആയിട്ടൊരു ലിങ്ക് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അവർ വരത്തില്ല. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ബിക്കോസ് ഓണർഷിപ്പ് ആ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. വെരി ക്വിക്ക് അറ്റ് കൺക്ലൂഡിംഗ് ഡീൽസ്. നിലവിലുള്ള പ്ലേയേഴ്സിൽ തന്നെ ഈ വോൾട്ട്മാഡയുടെ കഴിഞ്ഞ സീസണിൽ ഒരു ഭയങ്കര സ്ട്രേഞ്ച് ഇതായിരുന്നു. വന്നു, ആദ്യം സ്ട്രൈക്കർ പൊസിഷനിൽ കുറെ കളിച്ചു, അത് കഴിഞ്ഞ് പിന്നെ മാറ്റി കുറച്ച് ബാക്കിലേക്ക് ഇറക്കി ഒരു ഫോൾസ് 9 അല്ലെങ്കിൽ നമ്പർ 10 എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അങ്ങനെ പല സ്ഥലത്ത് പുള്ളി അൺഹാപ്പി ആണെന്നുള്ളത് അതിന്റെ ഇടയിൽ ന്യൂസ് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർ ഒരു യൂറോപ്യൻ സ്റ്റൈൽ അങ്ങനെയുള്ള ഇതിന്ന് വന്ന പ്ലെയർ ഇവിടെ ഇംഗ്ലീഷ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നാണ്. എന്താണ് സംഭവിക്കുന്നത്? ഒസൂല ഇപ്പൊ സ്റ്റാർട്ടർ ആയിട്ട് വരുന്നുണ്ട്, ഒസൂല നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ ഫ്രണ്ട്ലിയിലൊക്കെ ഒസൂല സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വോൾട്ട്മാഡയുടെ അവസ്ഥ എന്താണ്? എനിക്ക് വോൾട്ടമാഡ ലിങ്ക്സ് ഒന്നും ഞാൻ ഇതുവരെ ന്യൂകാസിൽ ആ ഒരു എന്താ പറയുക ഒരു ട്രസ്റ്റഡ് സോഴ്സസ് ഒന്നും ഞങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. സി ആക്ച്വലി ടു ബി ഓണസ്റ്റ്, വോൾട്ടമാഡ ആൻഡ് ഒസൂള എന്ന് പറയുന്നത് വളരെ നല്ലൊരു പെയറിംഗ് ആണ്. സോ ആക്ച്വലി ജർമ്മൻ ഫുട്ബോൾ അല്ലെങ്കിൽ ബുണ്ടസ്ലീഗ ഫുട്ബോൾ ശ്രദ്ധിച്ചിട്ടുള്ളവർ എല്ലാവരും പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോൾട്ടമാഡ ഈസ് എ പ്ലെയർ ഹു റിക്വയർസ് 2 റണ്ണിങ് നമ്പർ 10s. എന്നുവെച്ചാൽ ഒരു അങ്ങനത്തെ ഒരു സൈഡിൽ സപ്പോർട്ട് പ്ലേയേഴ്സ് ഇഷ്ടം പോലെ വേണം. അത് ഒരു നല്ല രീതിയിൽ ഇപ്പം ഒസുള എന്ന് പറഞ്ഞാൽ റിലന്റ്ലെസ് റണ്ണറാണ്. പുള്ളി എന്തിന്റെ പിന്നാലെയും പിടിച്ചു ഓടുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ്. പിന്നെ ഒരു ലോട്ടറി അടിക്കുന്നവനാണ്. ചില നേരങ്ങളിൽ ഇടുപ്പ ഫിനിഷസും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അങ്ങനത്തെ പുള്ളിക്ക് കുറച്ച് അതുപോലത്തെ കുറച്ച് ഗോൾസ് കയ്യിലുണ്ട്. അത് ആദ്യമായിട്ടൊന്നും അല്ല. പുള്ളിയുടെ ന്യൂകാസിൽ ഗോൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇടിവെട്ട് ഗോളുകളാണ്. നമ്മള് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയൊക്കെയാണോ കളിക്കണമെന്ന് ആലോചിച്ചു. അവരുടെ ഹൈലൈറ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവൽ പ്ലെയർ ആക്ച്വലി ഉണ്ട്. ഒരു ദിവസം പ്ലെയർ ഉണ്ട്, അതൊന്ന് വെളിയിൽ ഇറക്കിയാൽ മാത്രം മതി. ആൻഡ് അത് വോൾട്ടമാഡോടെ കളിച്ചു കഴിഞ്ഞാൽ വരും. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദർ വാസ് എ ലോട്ട് ഓഫ് പ്രിഫറൻസ് ഗിവൺ ടു ഗോർഡൻ. എനിക്ക് തോന്നുന്നു മിക്കവാറും വല്ല ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റോ എന്തെങ്കിലും കാണുമായിരുന്നു. അവനെ നന്നായി സ്റ്റാറായി കളിപ്പിച്ചേച്ച് അവന് പെർഫോം ചെയ്യേണ്ട അവസരം. ആൻഡ് ഗോർഡനും അതുപോലെ തന്നെ ആയിരുന്നു. ഗോർഡൻ വാസ് സംബഡി ഹു ഓൺലി വാണ്ടഡ് ടു പെർഫോം ഇൻ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ സീസണിൽ. ലീഗിലൊക്കെ വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ വെരി വെരി പുവർ. ചാമ്പ്യൻസ് ലീഗിലാണ് അടിച്ച് മിന്നിച്ച് കളിച്ചത്. പിന്നെ ക്ലബിലെ എല്ലാ പെനൽറ്റി എടുത്തോണ്ടിരുന്ന അവനായിരുന്നു. അങ്ങനെയാണ് അവൻ സ്റ്റാറ്റ് പാഡ് ചെയ്ത് അവന്റെ ഇമേജും കൂട്ടി. ആൻഡ് ഹി ഗോട്ട് ഹിസ് മൂവ്. അവൻ പാർസലോട്ട് പോയി. വി ആർ ഓൾസോ ഹാപ്പി. പറഞ്ഞു വിടുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മള് ന്യൂകാസലിനെ ഓൺ എ റെഗുലർ ബേസിസ് കാണുന്ന ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയിൽ വി ആക്ച്വലി പ്രിഫർ ഹാർവി ബാർട്സ് ഓവർ ആന്റണി ഗോർഡൻ. അതൊരു ഇതാണ്. ഗോർഡൻ ഒരു എന്താ പറയണേ, പുള്ളിക്ക് വേണ്ടിയപ്പോ മാത്രമേ പുള്ളി കളിക്കുള്ളൂ. അല്ലാണ്ട് ഹി ഡസന്റ് you know that on some days he does not give his best because he is not in the mood. അതെന്താ കാര്യം വെച്ചാൽ പുള്ളിക്ക് നമ്മള് പോരാ എന്നുള്ളൊരു ഫീലിംഗ് പുള്ളിക്കുണ്ട്. ന്യൂകാസിൽ അത്ര പോരാ പുള്ളിക്ക്. നമ്മളെല്ലാം തോന്നിയിട്ടുണ്ടാവും. അത് പറഞ്ഞപ്പോ ശരിയായിട്ട്. കാരണം ഈ ചാമ്പ്യൻസ് ലീഗ് മാച്ച് മാത്രമല്ല, ഇപ്പൊ ഈ ടോപ്പ് 4 ടോപ്പ് 5 ക്ലബ്സിന്റെ ഒക്കെ ആയിട്ട് മാച്ച് വരുമ്പോ പുള്ളി അപ്പൊ ഒത്തിരി എനർജി കൂടുതൽ. അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ വന്ന് ടാക്കിൾ ചെയ്ത് റെഡ് കാർഡ് ഒക്കെ മേടിക്കുകയൊക്കെ ചെയ്തല്ലോ നമ്മുടെ മാച്ചില്. കുറച്ച് കൂടുതലൊരു ഉത്സാഹം കൂടുതൽ അങ്ങനെയുള്ള മാച്ചില്. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം തോന്നുന്നു. പിന്നെ മാത്രമല്ല ന്യൂകാസിലിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, സിറ്റിയുടെയും ഇതൊക്കെ, അത് കിട്ടയില്ല എന്ന് തോന്നുന്നു. അപ്പൊ കാര്യം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ വന്നാലും അവിടെ ഫാൻസും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഫുൾ കമ്മിറ്റ്മെന്റോടുകൂടി കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം ആൾക്ക് കിട്ടിയില്ല എന്ന് തോന്നി പറയണത് കേട്ടപ്പോ. But I'm really surprised Barcelona went for him, അല്ലേ? അല്ല, അതെന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ 3 കളി ബാർസലോണയായിട്ട് ഗോളൻ കളിച്ചു. ഗോളൻ അടിച്ച് തകർത്ത് കളഞ്ഞവന്മാരെ ഓടിച്ചിട്ട് വറ്റിച്ചെടുത്തവന്മാരെ ശരിക്കിട്ട് കീറിയിട്ട് കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബാർസലോണ 3 കളിയിൽ 1 കളി 2-1 ജയിച്ചു, 1 കളി 1-1 ഡ്രോ ആയിരുന്നു. ആൻഡ് അവസാനത്തെ കളിയിൽ 7-2 എങ്ങാണ്ട് അവര് ജയിച്ചു.
ഈ നമ്മളിപ്പോ 3 കളി ഇഫ് യു ആർ സ്പ്ലിറ്റിംഗ് ഇറ്റ് ഇൻ ടു 6 halves, 45 minutes ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ബാർസ ഞങ്ങളെ കൊന്നു വിളിച്ചത് ആ അവസാനത്തെ 45 മിനിറ്റിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? ഈ ഇവൻ ക്യാമ്പ് ടൗണിൽ പോയി കളിച്ചപ്പോ പോലും ഫസ്റ്റ് ഹാഫിൽ 3-2 ആയിരുന്നു. അതിന്റെ അകത്ത് ആ മൂന്നാമത്തെ ലീഡിങ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മിസ്റ്റേക്ക് ആയിരുന്നു. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു. അവസാനത്തെ 45 മിനിറ്റ്സ് ആണ് ബാർസ ക്വാളിറ്റി കാണിച്ചത്. എടുത്തിട്ട് കൊന്നു കളഞ്ഞു ഞങ്ങളെ. ആ 4-0 ആ ലാസ്റ്റ് 45 മിനിറ്റ്സിൽ 4-0 അവർ തൂത്തുവാരി. ബാക്കിയുള്ള എല്ലാ കളിയിലും സെന്റ് ജെയിംസ് പാർക്കിൽ കളിച്ച 2 കളിയിലും ഞങ്ങള് വി വർ ടോ ടു ടോ in some instances much better than Barca. Much better Barca actually. Yeah. Surprised. Newcastle അവര് out of the park. ആദ്യത്തെ കളി 2-1 തോറ്റപ്പോഴത്തേക്കിന് മാർക്കസ് റാഷ്ഫോർഡിന്റെ സ്ഥിരമായിട്ടുള്ള 2 ഈ നക്കിൾ ബോൾ ഷോട്ട്സ് കാരണം മാത്രം ഒരു നല്ല ഹെഡറും ഒരു നക്കിൾ ബോൾ ഷോട്ടും ഒരു എന്തൊരു ഗോളായിരുന്നത്. അത് ഒരു ടൈപ്പ് വല്ലാത്തൊരു ഗോളും അടിച്ചാണ് ബാർസ ആ കളി ജയിച്ചത്. ആ കളിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ എന്തിനാണ് ഈ അന്ന് ഫ്രങ്കി ഡിയോങ്ങും കളിച്ചിട്ടില്ല. എനിക്കൊന്ന് ഫ്രങ്കി ഡിയോങ് ആക്ച്വലി ഞങ്ങൾക്ക് ഒറ്റ കളി കളിച്ചുള്ളൂ. അതാ മറ്റേ ക്യാമ്പ് നൂലെ മാച്ചായിരുന്നു. ക്യാമ്പ് നൂല് 3ാമത്തെ കളി മാത്രമേ ഞാൻ കളിച്ചു എന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. ഇവര് ഈ ഗവിയും പെട്രിയൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വാ വിളിച്ചിരിക്കുന്നത് എന്താണ് ഇതിനാണോ വലിയ സംഭവം. അതിനേക്കാട്ടിലും നല്ല പ്ലെയർ ആയിരുന്നു മറ്റേ അവരുടെ ഒരു കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, ഒരു മിഡ്ഫീൽഡർ, ഒരു പയ്യൻ. ബെർണാൽ. അത് തന്നെ ബെർണാലാണോ? ഞാനൊക്കെ അവനെ വിളിക്കണത് ജോയലിന്റെ പിൻഗാമിന്നാണ്. എന്റെ പൊന്നെ എടുത്ത് ചവിട്ടി കൂട്ടി ഇത്ര പാതിയുള്ളൂ, 5 അടി 8 ഇഞ്ച് 9 ഇഞ്ച് പൊക്കേ ഉള്ളൂ. പക്ഷെ എന്റെ പൊന്നെ എടുത്തിട്ട് മെതിച്ചു കളയാൻ ഒരു ജാതി പ്ലെയർ. ഞാൻ എപ്പോഴും പറയും, ഞാൻ നമ്മളെ ഗ്രൂപ്പിലൊക്കെ കളിയാക്കിയ പറയുന്നത് ജോലിട്ടം പോകണമെങ്കിൽ എന്ത് കാശ് കൊടുത്താലും അവനെ വാങ്ങുന്നത്. അടിപൊളി സാധനം. പക്ക ബാർസലോണയ്ക്ക് പറ്റിയ ഒരു പ്ലെയറേ അല്ല പുള്ളി. പക്ക പ്ലെയർ, പക്ക പ്രീമിയർ ലീഗ് പ്ലെയർ. ആ ചവിട്ടി കൂട്ടി അവൻ സ്പെയിനിൽ കളിക്കുന്ന പ്ലെയർ ആണോ? എനിക്ക് അറിയില്ല. സ്പാനിഷ് ആയിരിക്കും. മാർക്ക് ബെർണാളാണോ? എനിക്ക് ഓർമ്മ. അവന്റെ അല്ലല്ല അറ്റാക്ക് ആയിട്ടാ കളിക്കണം അവൻ. ഞങ്ങൾക്കൊരു ഗോൾ ഫെർമിൻ ലോപ്പേസ്. അവൻ തന്നെ. അത് ഫെർമിൻ ലോപ്പേസ്. അത് നമ്പർ 10 കളിച്ചത് അന്ന്. അത് തന്നെ. അവൻ 3 കളിയും കളിച്ചു. അവൻ 3 കളിയും ഞങ്ങൾക്ക് കളിച്ചു. 3 കളിയിലും ഞങ്ങള് ന്യൂകാസൽ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാർസ പ്ലെയർ ഫെർമിൻ ലോപ്പസ് ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ജോയലിൻഡൻ. നമ്മള് ജോയലിൻഡനിൽ നിന്ന് ശരിക്കും നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത് അതാണ് ആ പയ്യൻ എന്ന് കാണിച്ചത്. അടിപൊളി ചവിട്ടി കൂട്ടി മെതിച്ചിടും ഞങ്ങളെ. ബാർസലോണയ്ക്ക് പറ്റിയ ഒരു പ്ലെയറേ അല്ല. എന്താ ഓട്ടം, നല്ല അടിപൊളി ഓട്ടം, നല്ല സ്ട്രെങ്ത്, എവിടെ 100% കമ്മിറ്റ്മെന്റ്, ആരെ വേണമെങ്കിലും ചവിട്ടിയിടാനായിട്ടുള്ള ചങ്കൂറ്റം ഉണ്ട്. അടിപൊളി പ്ലെയർ. അവനാണ് ശരിക്കും പറഞ്ഞ ആ 3 കളിയിലെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ അവനായിരുന്നു. പിന്നെ അവസാനത്തെ കളിയിൽ ആ 7-2 ഞങ്ങളെ തോൽപ്പിച്ചത് ഫ്രങ്കി ഡിയോങ് ആണ്. പുള്ളി സെക്കൻഡ് ഹാഫില് പുള്ളി മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത പോലെ. പുള്ളി കണ്ണും പൂട്ടിയാണ് ഗവിക്ക് പാസ് ചെയ്യണത്. ഗവി എവിടെ നിന്നാലും പുള്ളിക്ക് കണ്ണും പൂട്ടി പാസ് ചെയ്യും. ആ കളിയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഡെമിനിയമാനെയൊക്കെ കത്രിക പൂട്ടിട്ട് പൂട്ടി വെച്ചേക്കുമായിരുന്നു. പൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാൻ വിട്ടിട്ടുള്ള ലൂയിസ് ഹോളൊക്കെ അത്രയ്ക്കും നല്ലൊരു കളിയാണ്. അപ്പൊ അതാണ് ഞാൻ പറയണത്, ആ ഒരു കളിയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂകാസലിന്റെ 3-4 പ്ലേയേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാർസയ്ക്ക് ഷൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് ദാറ്റ് ദേ ആക്ച്വലി വെന്റ് ഫോർ ഗോർഡൻ. ഞങ്ങൾ ആക്ച്വലി വി വർ ഓൾമോസ്റ്റ് സർട്ടൻ ദാറ്റ് ഹി മൈറ്റ് എൻഡ് അപ്പ് വിത്ത് ബയൺ. ബട്ട് ദെൻ അവൻ ബാർസയിൽ പോയാലും ഞങ്ങക്ക് സന്തോഷമേ ഉള്ളൂ. എന്താണ് ഈ സീസണിലെ ഇനി ടാർഗറ്റ്സ്? വാട്ട് യു തിങ്ക്? ആരൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്? എനിക്ക് സ്ട്രൈക്കർ വിസ, വോൾട്ടമാഡെ അല്ലാതെ ഒരു സ്ട്രൈക്കർ ഒസൂള അല്ലെ? ഇതാണ് 3 സ്ട്രൈക്കേഴ്സ്. ഇല്ല ഇതുവരെ കേട്ടേക്കണമെന്ന് വരില്ല. വേറെ സ്ട്രൈക്കേഴ്സിൽ ആരും വരില്ല എന്നാ കേട്ടേക്കണം. ആണോ? പിന്നെ വിങ്ങേഴ്സ് ആണല്ലേ?
വിങ്ങേഴ്സ് വന്നു, അതാണ് ഈ ടൂറെ ബസുമന ടൂറെ വന്നേക്കുന്നത്. അപ്പുറത്തെ സൈഡില് എലാങ്കെ ഉണ്ട്, എലാങ്കയും വന്നിട്ടുണ്ട്, മർഫിയും വന്നിട്ടുണ്ട്. സെന്റർ മിഡ്ഫീൽഡില് മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവും. ഇപ്പൊ കേൾക്കുന്നുണ്ട് ടിജാനി റെയിൻഡേഴ്സിനെയൊക്കെ നോക്കുന്നത് കേൾക്കുന്നുണ്ട്. ടിജാനി റെയിൻഡേഴ്സോ റൂമേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി സിൻസ് എലിയട്ട് ആൻഡർസൺ ആൻഡ് ബുവാദി ഈസ് കമ്മിങ്. പിന്നെ അവിടെ കളിക്കും എന്നുള്ളൊരു ചോദ്യം. ടിജാനി റെയിൻഡേഴ്സിന് ഒരു നോട്ടമുണ്ട്. പിന്നെ ഒരു ഗോൾ കീപ്പറിനെ വേണം. അത് മിക്കവാറും റാംസ്ഡേൽ പോയി. അതെ, റാംസ്ഡേൽ പോയി, ഡുബ്രാവ്ക പോയി, ബാക്കപ്പ് ഗോൾ കീപ്പേഴ്സ് എല്ലാരും പോയി. ഇപ്പൊ പോപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നത്. മോസ്റ്റ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചേസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ട്രഫേർഡ്, ജെയിംസ് ട്രഫേർഡ്. അപ്പം അതും സിറ്റിയിലോട്ട് ഒരു കാര്യമില്ലാണ്ട് പോയി. അവരൊരു സീസൺ അപ്പൊ കേൾക്കുന്നുണ്ട് 40 മില്യൺ ട്രഫോർഡിനെ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നല്ല സൈനിങ് ആയിരിക്കും. അപ്പൊ അതാണ് ഒരു ടാർഗറ്റ്. ബാക്കി എനിക്ക് സെൻട്രൽ മിഡ്ഫീൽഡിൽ ഇപ്പൊ സെൻട്രൽ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെപ്പാടെ ഇപ്പം ലൂയിസ് മൈലി ഉണ്ട്, ജോയലിൻറ്റർ ഉണ്ട്, ബ്രൂണോ ഗിമറിഷ് ഉണ്ട്, ഇപ്പൊ പുതിയ പയ്യനും അതുണ്ട്. ഈ ബ്രൂണോ ഗിമറേഷ് ഇസാക്ക പോലെ അങ്ങ് നീണ്ടു പോവാൻ സാധ്യതയുണ്ടോ? അത് അത്രയും എനിക്കറിയാം. ബിക്കോസ് ഇസാക്കിന്റെ സിറ്റുവേഷൻ പോലെ അല്ല ഗിമറിഷിന്റെ സിറ്റുവേഷൻ. ഇസാക്ക് പോകുമെന്നുള്ളൊരു കാര്യം ഏതാണ്ട് നമുക്ക് സട്ടിലായിട്ടുള്ള ക്ലൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രൂണോയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ പിന്നെ അത് മാത്രമല്ല, ബ്രൂണോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വാണ്ട്സ് ടു പ്ലേ വിത്ത് റയൽ മാഡ്രിഡ്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. പുള്ളിക്ക് റയലിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് അതിന് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്താ, റൺ ഡൗൺ ഹിസ് കോൺട്രാക്ട് വിത്ത് ന്യൂകാസിൽ, ഫ്രീ ട്രാൻസ്ഫറിൽ കൊടുക്കുക. അത് ന്യൂകാസിൽ റെഡി ആയിരിക്കും. അത് ന്യൂകാസിൽ അതിന് റെഡിയാണ്. നമുക്ക് ബ്രൂണോനെ വിറ്റ് കാശാക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. വി ആർ നോട്ട് എക്സ്പെക്ടിങ് പുള്ളിനെ കൊണ്ട് പുള്ളിയുടെ കോൺട്രാക്ട്, അത് കാരണം ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ കോൺട്രാക്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഹി വിൽ ബി എ ഫ്രീ ഏജന്റ് അറ്റ് ദി ഏജ് ഓഫ് 30. അപ്പൊ ആ കറക്റ്റ് സമയത്തിന് പുള്ളിനെ റയലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ റയലിൽ ഒരു 5 വർഷം ഇരുന്ന് പുള്ളിക്ക് സ്വസ്ഥമായിട്ട് പോകാം എന്നുള്ള ഒരു കണക്കെടുപ്പിലാണ് പല കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അപ്പം ബ്രൂണോനെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു റൂമറും കേൾക്കും. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് ഒരു പയ്യനുണ്ട്, ഒരു ലിയോ സഹാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. പുള്ളി ഇതുപോലെ ഇംഗ്ലണ്ട് അണ്ടർ 19 ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. സോ ഹീസ് ഗോട്ട് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പം അവനെ ചിലപ്പം കയറ്റിക്കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെന്റർ ബാക്ക് ഒക്കെ ഇപ്പോഴേ ഓൾറെഡി ഓൾ സോർട്ടഡ് ഔട്ട് ആണ്. കാരണം ബോട്ട്മാൻ ഉണ്ട്, മാലിക് ഷോ ഉണ്ട്, പിന്നെ ഡാൻ ബേണും ഫാബിയൻ ഷാറും ഉണ്ട്. ലെഫ്റ്റ് ബാക്കിൽ ഒരു പയ്യനുണ്ട് ഇതേപോലെ തന്നെ, ലൂയിസോടും പിന്നെ വേറൊരു പയ്യൻ ലെഫ്റ്റ് ബാക്ക് ഒരു അക്കാഡമിയിൽ നിന്ന് വന്നൊരു പയ്യനുണ്ട്. അവൻ ഡീസന്റ് ആണ്. കഴിഞ്ഞ സീസണിൽ ഒരു 4-5 കളി കളിച്ചതിൽ വെച്ച് ഒരു 2 ചാമ്പ്യൻസ് ലീഗ് മാച്ചും കളിച്ചു, 2 കപ്പ് മാച്ചസും കളിച്ചു. ഇറ്റ് വാസ് പ്രിറ്റി ഡീസന്റ്. അവന് കൂടുതൽ ചാൻസ് കൊടുത്താൽ നല്ലത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ സീസണിൽ ഒരു ഗോൾ കീപ്പർ വരാണ്ട് സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പണി പാടും. ഇഞ്ചറി അല്ല, പുള്ളിയുടെ ആ ഒരു ഇത് പോയി, പുള്ളിയുടെ ഒരു മാജിക് ടച്ച് പോയി. നമ്മളൊരു ഇപ്പോ എനിക്ക് അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ബ്രാനിസ്ലാവ് ഇവാനോവിച്ച് ഒരു സീസണിൽ അങ്ങ് വല്ലാണ്ട് അങ്ങ് ഫെയിൽ ആയി പോയത് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ചെൽസി മൊറീഞ്ഞോയുടെ സെക്കൻഡ് സ്പെല്ലിന്റെ സാക്ക് ആവുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് അതിന്റെ ജസ്റ്റ് പ്രീവിയസ് സീസൺ വരെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് ആയിരുന്നു ഇവാനോവിച്ച്. പെട്ടെന്ന് അടുത്ത സീസൺ തുടങ്ങിയപ്പോഴത്തേന് ഭയങ്കരമായിട്ട് അങ്ങ് ആ ഒരു ലെവലിലെത്തി. ആ പോപ്പിന്റെ ആ ഒരു ഡിക്ലൈനും അതുപോലെ പെട്ടെന്നാണ്, ഭയങ്കര അബ്രപ്റ്റ് ഡിക്ലൈൻ ആണ്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഞാൻ പോലും വളരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ന്യൂകാസിലെ കുറെ ഗോൾസ് കാണുമ്പോഴത്തേനും അവർക്ക് എന്തോരം മിസ്റ്റേക്സ് ആണ് പോപ്പിന്റെ കയ്യിൽ നിന്ന് പറയുന്നത് അറിയോ? ലോട്ട്സ് ഓഫ് മിസ്റ്റേക്സ്. കാരണം ആ മിസ്റ്റേക്സ് എല്ലാം ഗോൾസുമായിട്ട് കൺവേർട്ടഡ് ആയി. അതാണ് ഏറ്റവും ഞങ്ങളുടെ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം അടുപ്പിച്ച് ക്ലീൻ ഷീറ്റ്സേ വെച്ചിട്ടില്ല.
അത്രയ്ക്ക് മോശമായിട്ടാണ് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നത്. സോ ഒരു ഗോൾ കീപ്പർ ട്രാഫോർഡാണ് ന്യൂ ചാൻസ് ഗോൾ അല്ലേ? കീപ്പർ ലാസ്റ്റ് സീസണില് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്താണ്, എല്ലാം ഓക്കെ ആയതാണ്. അതെ 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 ഇനിയിപ്പോ അവിടെ പോയി നിന്നിട്ട് പുള്ളിക്ക് ചെയ്യാനും ഒന്നുമില്ല. പെപ് ഗാർഡിയോള അവിടെ ഇല്ല. ഐ മീൻ ഇഫ് ദ പ്ലെയർ തിങ്സ് ഓക്കെ ഐ വാണ്ട് ടു പ്ലേ ഫോർ പെപ് ഗാർഡിയോള, അതൊന്നുമില്ല. ആൻഡ് ഹി വിൽ നെവർ പ്ലേ. ഡോണറൂമ ഉള്ള കാലത്ത് പുള്ളി എന്തായാലും കളിക്കൂല. അല്ല 40 million എന്നാണ് കേൾക്കുന്നത്. എല്ലാരും പറയുന്നത് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇംഗ്ലണ്ട് ക്രാഷ് ഔട്ട് ഓഫ് ദ വേൾഡ് കപ്പ് ഒന്ന് തിരിച്ചു വന്നു പിന്നെ കഴിഞ്ഞാൽ ആ ഒരു പിക്ഫോർഡിന്റെ development ഐ തിങ്ക് നെക്സ്റ്റ് നമ്പർ 1ലേക്ക് ട്രാഫോർഡ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഓൾസോ. സോ കളിക്കേണ്ട, പക്ഷെ അവിടെയാണ് ദ പോയിന്റ്. അതെ കളിക്കണം. നീഡ്സ് ടു പ്ലേ മാച്ചസ് ടു ക്ലെയിം ദാറ്റ്. സോ അതാ എന്താണ് ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. സോ യു ആർ ലുക്കിംഗ് ഫോർ എ ടോപ്പ് 6 ഫിനിഷ് ആണ് എക്സ്പെക്ടേഷൻ അല്ലേ? യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ ആണ് എക്സ്പെക്ടേഷൻ. പിന്നെ അത് ലോങ് റണ്ണില് ആൻഡ് ഇഫ് ദി സ്റ്റാർട്ട് ഇസ് പോർ ഡെഫിനറ്റ്ലി അതിന്റെ മുന്നേ തന്നെ എഡി ഹൗ സാക്ക് ആവും. ലോട്ട് ഓഫ് മാനേജേഴ്സ് അവൈലബിൾ ഓൾസോ ഇന്റർനാഷണൽ അവൈലബിൾ ആണ്. സാക്കാവാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിക്ക് റോബർട്ടോ മാർട്ടിനസ് എന്തൊരു സീനായിരിക്കും. അങ്ങേരുടെ ഏജന്റ് വൻ ഏജന്റ് ആണ് പുള്ളി. എന്തായാലും അടുത്ത വലിയ രാജ്യത്തിന് തപ്പി പോകുന്നുണ്ടോ? നല്ല സുഖമുള്ള പണിയല്ലേ, എല്ലായിടത്തും പോവാൻ. Yes, Sudeep, എന്തെങ്കിലും you have any final questions for John before we wrap? ഇല്ല, വേറെ ഒരു എല്ലാ കാര്യങ്ങളും ന്യൂ കാസിലായിട്ട് ബന്ധപ്പെട്ട് കവർ ചെയ്തു. എന്തായാലും ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ ഇസ് ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ അറ്റ് ന്യൂകാസിൽ. സോ ഐ തിങ്ക് വി ക്യാൻ എക്സ്പെക്ട് നമുക്ക് ഒരു ഷോ പ്രിവ്യൂ ഷോ അന്ന് ചെയ്യണം. ഫസ്റ്റ് മാച്ച് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഉണ്ടല്ലേ? അതെ, നിങ്ങളുടെ ഹോമിലാണ്. അതെ, നിങ്ങൾക്ക് അങ്ങനെ സാധാരണ ഒരു ഓപ്പണിംഗ് വീക്കെൻഡ് മാച്ച് അല്ല ന്യൂകാസിൽ ലിവർപൂൾ. നിങ്ങൾക്കൊരു റിവഞ്ച് മാച്ച് ആണ്. എനിക്ക് തോന്നുന്നില്ല ഒരു റിവഞ്ച് ആവാനായിട്ടുള്ള ഒരു കെൽപ്പുണ്ടോ എന്ന് തോന്നുന്നില്ല. അല്ല, വേറെ ഇസാക്ക് കഴിഞ്ഞ സീസൺ അവിടെ കളിച്ചിട്ടില്ല. സോ ഈ സീസൺ ഫസ്റ്റ് ടൈം അവിടെ കളിക്കാൻ വരുന്നതാണ്. അതും എനിക്ക് തോന്നുന്നില്ല ഇസാക്കും കളിക്കുന്നത് തോന്നുന്നില്ല. ബിക്കോസ് വേൾഡ് കപ്പ് പോയി റിട്ടേൺ അല്ല വേൾഡ് കപ്പ് കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോഴത്തേനും ഇതുണ്ടാവൂലല്ലോ, പ്രീ സീസൺ ആയി കാണത്തില്ല. അല്ല, അടുത്ത ആഴ്ച വരും. നേരത്തെ പുറത്തായില്ലോ സ്വീഡനൊക്കെ. ചാൻസ് ഉണ്ട് 3 ആഴ്ച ബ്രേക്ക് കഴിഞ്ഞാൽ വരാം. അതെ, പിന്നെ പ്രീമിയർ ലീഗ് തുടങ്ങാനും വൈകുന്നുണ്ടല്ലോ. 21st ആയുള്ളൂ ഫസ്റ്റ് മാച്ച്. സമയമുണ്ട്. So we expect you back. നമ്മളെ ട്രാൻസ്ഫർ ഡിസ്കഷൻസ് ഉണ്ടാവും throughout the next 1.5 months and throughout the season. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാൻസിന് ന്യൂകാസലിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഇന്ന് ജോണിൽ നിന്ന് അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം ഓഫ് ഓൾസോ. നൈസ് മീറ്റിംഗ് യു ഗൈസ്. കാണാം നമുക്ക്. All the best for the season. First game weekend. Same to you guys. Yes. കാണാം നമുക്ക്. എന്തെങ്കിലും ബ്രൂണോ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും, വരണം. എന്തെങ്കിലും ഒന്നും ഉണ്ടാവല്ലേ എന്നുള്ളൊരു വളരെ വളരെ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുടെ ബ്രൂണോ പോയി കഴിയുമ്പോ നമുക്ക് വിളിച്ചു. Bruno and Luis Dole, you have to keep those two players. അല്ലെങ്കിൽ ഈ സീസൺ ലൂയിസ് ഹോൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ദെൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സംബഡി ലൈക്ക് ദാറ്റ്. അതിപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാല്, ഇപ്പം ഇസാക്കിനെ എന്തിനാണ് ഈ കെട്ടിപ്പിടിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സംബഡി ലൈക്ക് ഇസാക്കിനെ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം ലൂയിസ് ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്ക്, വെരി ട്രഡീഷണൽ ലെഫ്റ്റ് ബാക്ക്. അത് ഇന്നത്തെ കാലത്ത് കിട്ടാനില്ല. ഇപ്പൊ എല്ലാരും ഒരു ഇൻവേർട്ടഡ് അല്ലെങ്കിൽ എന്താ പറയണേ ഫോൾസ് അങ്ങനത്തെ ഒക്കെ പറയണ. ഇവൻ അങ്ങനെ അല്ല, പക്ക ലെഫ്റ്റ് ബാക്ക് ആണ്. പുള്ളി ഡിഫെൻസീവ്ലി പ്രിറ്റി ഗുഡ് ആണ്, ഒഫെൻസീവ്ലി ഡീസന്റ് ആണ്. ഐ എം നോട്ട് സെയിങ് ഒഫെൻസീവ്ലി വേൾഡ് ബീറ്റർ ആണെന്ന് ഞാൻ പറയത്തില്ല. പുള്ളിയുടേതായിട്ടുള്ള ഷോർട്ട് ഫോൾസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഐഡന്റിഫൈ ചെയ്തേക്കുന്ന ലൂയിസ് ഹോളിന്റെ ഷോർട്ട് ഫോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുള്ളി വെയിറ്റ് ചെയ്ത് ക്രോസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമാണ്. പുള്ളിയുടെ ഫസ്റ്റ് ടൈം ക്രോസസ് നല്ല ഭംഗിയാണ്. എന്നുവെച്ചാൽ ഹി ഈസ് ദി അൾട്ടിമേറ്റ് ക്രോസർ വെൻ യു ആർ ഓൺ എ കൗണ്ടർ അറ്റാക്ക്. മനസ്സിലായോ? എന്നുവെച്ചാൽ അതിനുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ട്രാൻസിഷൻ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലെയർ
തന്നെയാണ്. ട്രാൻസിഷനിൽ വളരെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് ഔട്ട്പുട്ട് കിട്ടുന്നത് ട്രാൻസിഷനിലാണ്. ഒരു ബോള് വെച്ച് ഒരു സെറ്റിൽഡ് ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ക്രോസ് പുള്ളിയിൽ നിന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ബിക്കോസ് അതെപ്പോഴും ഒരു ഓപ്പോസിഷൻ ഹെഡ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് ന്യൂകാസിൽ പ്ലേയേഴ്സ് ആർ വെരി ടോൾ. അപ്പൊ അത് പുള്ളിയുടെ ഒരു വലിയൊരു ഷോർട്ട് ഫോൾ ആയിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബട്ട് ദെൻ അത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബിക്കോസ് എവറിവെയർ എൽസ് ഈസ് വെരി ഗുഡ്. പുള്ളിക്ക് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. Yes. So thank you so much. Thank you so much for coming. We will be seeing John more, I suppose. അതെ, definitely. Okay. So wrap it, Okay. Sudeep. Thank you so much for watching. Okay. We'll be back tomorrow with yet another episode. Thank you so much.